പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നാം ജനഹായുടെ 4ാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ കാനായിലെ കല്യാണത്തിൽ വന്നെത്തി നിൽക്കുന്നതാണ്. ഈശോയുടെ രക്ഷാകര പ്രവൃത്തിയിൽ പങ്കുചേരുന്ന അമ്മയും ആ രക്ഷാകര സമയത്തേക്ക് സൂചിപ്പിക്കുന്ന പുത്രനും അവതരിപ്പിക്കപ്പെടുന്ന സുന്ദരമായ സംഭവം കാനായിൽ നടക്കുന്നതാണ്. സുവിശേഷത്തിലെത്തി നിൽക്കുന്നതിൻ്റെ ബോൽബലകമായ അഭിപ്രായക്കാർക്ക് നമുക്കുള്ള പ്രധാന പുരോഗതിനെക്കുറിച്ച്, അതിനു മുമ്പ് യേശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ അനന്യതയെക്കുറിച്ച് പറയുന്നതും, സംഗീത പുസ്തകത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിനെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളൊക്കെയാണ് വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കും. നമ്മെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിനം കൂടിയാണ്. റിപ്പബ്ലിക് ഡേ നാം ആചരിക്കും. നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായിട്ട് തീർന്നതിൻ്റെ അനുസ്മരണം മാത്രമല്ല, അതിനനുസൃതമായ വിശ്വസ്തതയുള്ള ഒരു പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു ഉന്മേഷകരമായ മുൻപോട്ടുള്ള രാജ്യത്തിൻ്റെ കുതിപ്പിനുള്ള നമ്മുടെ സഹവർത്തിത്വം, ഇതൊക്കെ എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. ദൈവസന്നിധിയിൽ നിന്ന് നന്ദിയോടെ വ്യാപരിക്കണം. 1947 ശേഷം സ്വതന്ത്രമായ മറ്റ് പല രാഷ്ട്രങ്ങളും ആഭ്യന്തര യുദ്ധത്തിലൂടെ കലഹിച്ച് ഭിന്നിച്ച് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ക്രമാനുഗതമായി രക്തച്ചൊരിച്ചിൽ കൂടാതെ അധികാരം കൈമാറി ക്രമാനുഗതമായിട്ട് വളർച്ച പ്രാപിച്ച് വികസിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പൽ ശക്തികളിൽ ഒന്നായി നമ്മുടെ രാജ്യം മാറി, 4ാമത്തെ സൈനിക ശക്തിയായിട്ട് മാറി എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. അതൊക്കെ ചുക്കാൻ പിടിച്ച നമ്മുടെ ആദ്യകാലം തൊട്ടുള്ള ഭരണകർത്താക്കളെ ആരായാലും ശരി, അവരെയൊക്കെ അനുസ്മരിച്ച് അവരുടെയൊക്കെ ത്യാഗത്തിനും അവരൊക്കെ രക്തസാക്ഷിത്വത്തിന് നന്ദി പറയാൻ കൂടി അവസരം നമ്മൾ വിനിയോഗിക്കുകയും നിലവിലുള്ള ഭരണ നേതൃത്വം നേരായ രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള കരുത്തുള്ളതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പം തന്നെ മനോഹരമായ ഒരു ഭരണഘടന, അതാണ് ഈ റിപ്പബ്ലിക്കിൻ്റെ ഏറ്റവും വലിയ ധന്യത, അതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം, അതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അത് പോറലേക്കാതെ നിലനിൽക്കാൻ ജാഗ്രതയോടുകൂടി വ്യാപരിക്കേണ്ട കാലഘട്ടം കൂടിയാണ്. ഒരുപക്ഷേ ഒരു സ്വതന്ത്ര മേധാവിത്വത്തിൻ്റെ അടിച്ചേൽപ്പിക്കലിൽ നിന്നുള്ള പ്രവണത കാണുമ്പോൾ മറുവശ ചില വിഭാഗങ്ങൾ തങ്ങൾക്കെല്ലാം മറ്റാർക്കും വേണ്ടി ജീവിക്കാൻ അവകാശമില്ലെന്ന നിലയിലുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരു വിഭാഗം കടന്നാക്രമണം നടത്തുകയും മറ്റു പല രാഷ്ട്രങ്ങളും പേടിച്ച് അരണ്ട് ക്രിസ്മസ് മാർക്കറ്റിലേക്കൊക്കെ ജീപ്പ് ഇടിച്ച് കയറ്റി 19,000 പേരെ കൊല്ലാൻ മടിയില്ലാത്ത, കൊന്നുകളഞ്ഞാൽ നേരെ സ്വർഗം കിട്ടുമെന്ന് ചിന്തിക്കുന്ന ചിന്തകൾ വെച്ചുകൊണ്ട് നടക്കുന്ന ഇംഗ്ലണ്ട് പോലെയുള്ള സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അതിൻ്റെ പോക്കിലെല്ലാം കളങ്കം ചാർത്തി വല്ലാത്ത സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം ഇങ്ങനെയുള്ള അപകടങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധയോടുകൂടി കഴിയേണ്ട കാലഘട്ടം കൂടിയാണ് റിപ്പബ്ലിക് ഡേ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ ജാഗ്രത ഏറ്റവും ആവശ്യമാണ്. നിഷ്കളങ്കരായ ആളുകൾ വധിക്കപ്പെടാതിരിക്കാൻ, നിഷ്കളങ്കരായ ആളുകൾക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അനീതി സംഭവിക്കാതിരിക്കാൻ, ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതി അത് നിർവഹിക്കപ്പെട്ട് കിട്ടാൻ ഇന്ന് മുനമ്പത്തൊക്കെ നിലവിളിക്കുന്ന ജനങ്ങളുടെ കണ്ണീര് കാണാനും നിലവിളി കേൾക്കാനും തക്കതായ പോംവഴികൾ തിരയാനും ആർക്കും കേടുകൂടാതെയുള്ള തീരുമാനങ്ങൾക്ക് എത്തി രാജ്യം സുഗമമായിട്ട് മുമ്പോട്ട് പോകുവാനും പ്രതിജ്ഞാബദ്ധരാവേണ്ടതാണ് നാം ഈ റിപ്പബ്ലിക് ദിനത്തിൽ. ഇത്രയോ വലിയ ഒരു ജനാധിപത്യ രാജ്യം ലോകത്തിൽ വേറെയില്ല. ഇപ്പോൾ വലിയ ഒരു സബ് കോണ്ടിനെൻറ്റ്, ഇത്രയും ഒരു വലിയ ജനത ഒന്നിച്ച് നീങ്ങുന്നത് അത്ഭുതകരമായ യാഥാർത്ഥ്യമാണ്. എത്രമാത്രം ഭാഷകൾ, എത്രമാത്രം സംസ്കാരങ്ങൾ, എത്രമാത്രം മതങ്ങൾ, ഇവയൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുവന്ന ഭാരതാംബിക, അത് നമ്മുടെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കേണ്ടതാണ്.
അതുകൊണ്ടാണല്ലോ ജനഗണമന ചൊല്ലുമ്പോൾ നമ്മൾ എല്ലാവരും എവിടെയായിരുന്നാലും നമ്മൾ ആദരവൂടെ നിൽക്കുന്നത്. ഈ ആദരവ് വർത്തമാനമാക്കേണ്ടതിനുമാണ് വിപരീതമായി ശിഥിലീകരണ പ്രവർത്തികൾ കാണുന്നിടത്ത് അതിനെ എതിർക്കാനും അതിനെ തുരത്താനും ഉള്ള കഴിവ് നമുക്കും ഭരണകർത്താക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. റിപ്പബ്ലിക് ഡേയുടെ ആശംസകൾ നേരുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റു രാജ്യങ്ങൾ പോലെ തന്നെ അഭിമാനിക്കാവുന്ന രാജ്യം നമ്മുടേത്. ഒന്നാമത് അതിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ച് അഭിമാനിക്കാൻ കഴിയും. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പഠിച്ച് നടന്ന ഘട്ടങ്ങളിലൊക്കെ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സുഹൃത്തുക്കൾ പറയുമ്പോൾ നിങ്ങൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്. അന്ന് പറയാൻ കാരണം ഒന്ന്, നിങ്ങൾക്ക് ഗാന്ധിജിയുണ്ട്, രണ്ടാമതൊക്കെ ജനാധിപത്യമുണ്ട്, മൂന്നാമത് നിനക്ക് ആത്മീയമായൊരു അടിത്തറയുണ്ട് രാജ്യത്തിന്. ഞങ്ങൾക്കിതൊന്നും ഇല്ല. അതിൻ്റെ ഫലമായിട്ട് സിവിൽ വാർ, നിരന്തരമായ കൊലയും കൊലപാതകവും ഉഗാണ്ടയിൽ നിന്നൊരു സുഹൃത്താണ് ഒരിക്കലും ഇങ്ങനെ പറയാനിടയായത്. അതേസമയത്ത് രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ ഈ ജിയോ പൊളിറ്റിക്സിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന നാം കാണുന്നു. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഭവങ്ങൾ, രൂക്ഷമായിട്ട് രക്തച്ചൊരിച്ചിനിടയായിട്ടുള്ള സംഭവങ്ങൾ, ഇതൊന്നും ആവർത്തിക്കാതിരിക്കാൻ ലോകത്തെ ഒരുപക്ഷെ ശക്തമായ രീതിയിൽ സ്വാധീനിക്കാവുന്ന അമേരിക്കൻ രാജ്യത്തിൻ്റെ ഭരണകർത്താവ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തെ രാജ്യത്തെ സംരക്ഷിക്കാൻ പറ്റിയ നിലപാട് എടുക്കാൻ അദ്ദേഹത്തിന് അവകാശമുള്ള സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ മൈഗ്രേഷനിൽ നിയമാനുസൃതമല്ലാതെ കടന്നുപോയവരെയൊക്കെ പുറത്തായിരിക്കുമ്പോൾ 10,000-ഓളം ഇന്ത്യക്കാർ പുറത്തേക്ക് വരേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് വിഷമം തോന്നിയേക്കാമെങ്കിൽ നമ്മുടെ രാജ്യം അത് സ്വാഗതം ചെയ്തു. ഇതിനെയൊക്കെ വിപരീതമായ സ്ഥാനങ്ങളുടെ ദിനത്തിൽ തന്നെ അവിടുത്തെ സഭയുടെ ഒരു ബിഷപ്പ് ശക്തമായി വിമർശിച്ച അദ്ദേഹം രോഷാകുലനായി. ഒരുപക്ഷെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളെ തുടർന്നായിരിക്കും അങ്ങനെ ഉണ്ടാകാനിടയായി. പരിശുദ്ധ പിതാവിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങൾ കാണും. അദ്ദേഹത്തിന് എവിടെ ആളുകൾ വേദന കണ്ടാലും സഹിക്കാൻ പറ്റില്ല. കാരണം വേദന നിറഞ്ഞ രാജ്യത്തും അദ്ദേഹം വരുന്നത് അർജൻറ്റീന, അങ്ങനെ സഹിക്കാൻ പറ്റത്തില്ല. അപ്പം അദ്ദേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എങ്കിലും ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്യാതിരിക്കാനും ദൈവവിശ്വാസം അരക്കിട്ടുറപ്പിക്കാനും ദൈവം എന്ന് പറയുന്ന നാമം തന്നെ നിരന്തരം ഉച്ചരിക്കാനും ഒക്കെ സന്നദ്ധമാകുന്ന ഭരണ നേതൃത്വങ്ങൾ അത് കേടുകൂടാതെ മുമ്പോട്ട് പോകുമെന്ന് നാം പ്രത്യാശിക്കേണ്ടതാണ്. ഇതിന് വിപരീതമായതുപോലെ ശക്തികളൊക്കെ ശിഥിലീകരിക്കപ്പെട്ടു പോകാം. അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ വർഗീയ ധ്രുവീകരണങ്ങൾ നടക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ജീവിക്കാൻ അവകാശം, മറ്റുള്ളവർക്കാർക്ക് അവകാശമില്ല, മറ്റുള്ളവരൊക്കെ ശപിക്കപ്പെട്ടവർ എന്ന നിലയിലുള്ള നിലപാടുകൾ എവിടെ നിന്ന് വന്നാലും ഏത് മതഗ്രന്ഥത്തിൽ വന്നാലും അതൊക്കെ തെറ്റാവുന്ന തിരുത്തപ്പെടേണ്ടതാണെന്നുള്ള ധാരണ ഇന്ന് വളർത്തിയെടുക്കാൻ നമ്മുടേതുള്ള രാജ്യം മുൻകൈ എടുക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ രാജ്യത്തിനുള്ള വ്യക്തിത്വമുണ്ട്, നമുക്കതിലുള്ള അഭിമാന ബാക്ക്ഗ്രൗണ്ടുണ്ട്. നമ്മളാരും ഉപദ്രവിച്ചിട്ടില്ല. നമ്മൾ ഇങ്ങോട്ടൊന്ന് മെക്കിട്ട് കയറിയാൽ മാത്രമേ തിരിച്ചടിക്കാറുള്ളൂ. ഏതായാലും രാജ്യമായാലും ശരി, നമ്മളെ യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്നവരല്ല, സമാധാനം നിൽക്കുന്നവരാണ്. അതുപോലെ നമ്മുടെ രാജ്യത്തിനുള്ള ഒരു വലിയ ദൗത്യം ഈ ലോകത്തിൽ സമാധാനം സംസ്ഥാപിച്ച് കിട്ടാൻ, നീതി നിർവഹിക്കപ്പെട്ട് കിട്ടാൻ, ആരും ഉലയാതിരിക്കാൻ, എല്ലാവർക്കും ഈ ഭൂഗോളത്തിൽ സമാധാനത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ഈ റിപ്പബ്ലിക് ഡേയുടെ ചിന്തകൾ നമുക്ക് പ്രേരണ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനഭാഗത്തേക്ക് കിടക്കുക. ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിന് തുടർച്ചയാണ്. അതായത് ജനത്തിൻ്റെ പരാതി, അതിഭയങ്കരമായ പരാതി മോശയെ വിഷമിപ്പിച്ചപ്പോൾ അത് മരിക്കാൻ വരെ തയ്യാറായി. ഇപ്പം ദൈവം പറയുന്നത് 70 പേരെ നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കും, നിന്റെ മേൽ ചൈതന്യം ഞാൻ അവർക്ക് പങ്കുവയ്ക്കും. അപ്പോൾ നീ തന്നെ ഒറ്റയ്ക്ക് ഭാരം വഹിക്കേണ്ട. പിന്നെ ഇത്രമാത്രം ആൾക്കാർക്ക് മാംസം കൊടുക്കാൻ എവിടെ നിന്ന് കിട്ടുമോ ചോദിച്ചപ്പോൾ നിന്നെ രക്ഷിക്കാൻ മഹിയാത്വൻ്റെ കൈകൾക്ക് നീളം കുറഞ്ഞു പോയിട്ടില്ല എന്ന് പറയുകയും ഒരു കാറ്റടിച്ച് ഭയങ്കരമായ കൊടുങ്കാറ്റിലൂടെ അനേകം കാടപ്പക്ഷികൾ വന്ന് വീഴുകയും രാത്രിയും പകലും അവർ വാരിക്കൂട്ടി ശേഖരിച്ച് അമിതമായ ഭക്ഷിച്ച് പിന്നീട് ഒരു മഹാമാരിയിൽ അനേകം മരിക്കുകയും ശിക്ഷയുടെ ഫലമായി ആ സ്ഥലത്തിന് കിബ്രോത്ത് ഖത്താബ് എന്ന് പേരിടുകയും ചെയ്ത സംഭവമാണ് കഴിഞ്ഞ ഞായറാഴ്ചയുടെ തുടർച്ചയായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കും. നമുക്ക് പെട്ടെന്ന് കടന്നു പോകാവുന്ന, കാരണം അതിൻ്റെ സന്ദേശങ്ങൾ വളരെ വ്യക്തമാണ്, വളരെ വളരെ വ്യക്തമാണ്. അതായത് അതുവരെ കൊണ്ടുവന്ന ദൈവത്തെ മറന്നു, വന്ന വഴി മറന്നു പോകുന്ന മനുഷ്യൻ
എപ്പോഴും ഭൗതികമായ ദാഹമുള്ള മനുഷ്യൻ, ഒന്നിലും സംതൃപ്തിയില്ലാത്ത മനുഷ്യൻ അവസാനം ചെന്ന് ചാടുന്ന നാശത്തിലേക്കാണ്. സംരക്ഷിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാതെ, ഇത് ലഭിച്ചുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മയില്ലാതെ പെരുമാറുന്നത് അപകടകരമാണെന്നുള്ള പാഠം നമുക്ക് നൽകുകയാണ്. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ, എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും. നോക്കിക്കേ, കർത്താവ് തന്നെ പറയാം, എനിക്ക് സാധ്യമായിട്ടൊന്നുമില്ല എന്ന്. നമ്മൾ വിശ്വസിക്കുന്നത് വളരെ ഗൗരവമായി കാണേണ്ടതാണ്. നമ്മളെ വിമോചിപ്പിക്കുന്ന ദൈവത്തിലാണ്, ജീവൻ പകർന്ന ദൈവത്തിലാണ്. അതാണ് ഈശോയിൽ വന്ന് നിൽക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് എന്തൊരു കളിയായി ഈ കറഞ്ഞ യുദ്ധങ്ങളുടെ നടുവിലെ ക്രിപ്റ്റോ ക്രിസ്ത്യൻസിൻ്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ പുറമേ ഒന്നും ഒരു ഇടവയിൽ അംഗമാകുന്നില്ല, പുറമേ ഒന്നും ഒരു പേരൊന്നും മാറ്റുന്നില്ല, ഒരു ചടങ്ങിന് വിധേയമാകുന്നില്ല. പക്ഷെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഹമുഖാമുഖിയ പതിനായിരങ്ങളല്ല ലക്ഷങ്ങളിൽ നടന്നെടുക്കുന്ന ഒരു കാഴ്ച ലോകത്തെമ്പാടും കാണും. ക്രിസ്ത്യാനിന്ന് കേട്ട് അവൻ്റെ കരുത്തിറക്കുന്ന ഒരു സാഹചര്യം മറ്റിടത്ത് നിൽക്കുമ്പോഴാണ് അത് പാരലായിട്ട് വന്ന് ഭവിക്കുന്നത്. 10,000 അത്ര ശക്തമായ ഡിസിപ്ലിൻഡായിട്ടുള്ള കെട്ടിപ്പൂട്ടപ്പെട്ട ഭയപ്പെടുത്തുന്ന രാജ്യങ്ങളിൽ നിന്നാണ് ഈ കിടന്ന പൂട്ടൊക്കെ പൊട്ടിച്ച് തകർന്ന് പുറത്തിറക്കിയിട്ട് യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങളോളം ആളുകൾ ഇങ്ങനെ കടന്നു വരും. നമ്മുടെ രാജ്യത്തൊന്നും പല സംസ്ഥാനങ്ങൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരുവശേ ഇങ്ങനെ ചില പ്രത്യേകമായ മൂല്യങ്ങൾക്ക് അടിയറ വയ്ക്കാൻ എല്ലാവരും നിർബന്ധിക്കുമ്പോൾ എല്ലാം തെറ്റാണെന്നും പറയുന്നില്ല. മറുഭാഗത്ത് ഒന്നും ഭയപ്പെടാതെ യേശുവിനെ പ്രഘോഷിക്കുന്ന മൂവ്മെൻറ്റുകൾ ഇന്ന് വളർന്നു വരും. എന്നെ അവസാനപ്പെടുക എന്ത് ഇതിൻ്റെ പ്രത്യേക രഹസ്യം എന്നാ? ഇതൊരു മതമല്ലല്ലോ. ക്രിസ്ത്യാനിത്വം മതമേ അല്ല, അതൊരു മാർഗമാണ്, അതൊരു വ്യക്തിയിലുള്ള വിശ്വാസമാണ്. ആ വ്യക്തി ദൈവമാണ്, അസാധ്യമായ സാധ്യമാക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് മനുഷ്യന് അദമ്യമായ ദാഹമുണ്ട് അങ്ങനെ ഒരു വ്യക്തിയിൽ ബന്ധപ്പെടാൻ. അതാണ് വാസ്തവത്തെ രക്ഷയുടെ വഴിയെന്ന് പറയും. അതായിപ്പം കണ്ടുകൊണ്ടിരിക്കും. അത് പ്രഘോഷിക്കാൻ നമുക്ക് ആളുകൾ കുറവാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രഘോഷിക്കുന്നത് അതിന് ഫലമുണ്ടാകുന്നു. നമുക്കിതിനൊന്നും നേരം കിട്ടാതെ പോകും. കാരണം നമ്മൾ പ്രഘോഷിക്കുന്നിടത്തൊക്കെ ചതഞ്ഞു പോകുന്നു. കാരണം നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് കടവാനും തിരിഞ്ഞുപോയി. നല്ല കാര്യങ്ങൾ തന്നെയാണ്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ആതുര ശുശ്രൂഷ, സാമൂഹിക പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നല്ല കാര്യം തന്നെ, രാജ്യത്തെ വളർത്തുന്ന കാര്യങ്ങൾ. പക്ഷേ നമ്മൾ പ്രധാനവുമായും അസാധ്യമാക്കുന്നവനെ സാധ്യമാക്കുന്ന ആ ദൈവത്തെ, ആ ഈശോയെ പ്രതിഫലിപ്പിക്കാൻ, അത് പ്രഘോഷിക്കാൻ നമ്മുടെ നാവിലൂടെ, നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ ജീവിതശൈലിയിലൂടെ ആവിഷ്കരിക്കുന്നതിൽ പിന്നോക്കം പോയിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണം. കർത്താവ് അവിടെ പറഞ്ഞു, നിന്നെ രക്ഷിക്കാൻ വയ്യാത്ത വിധം എൻ്റെ കൈകൾക്ക് നീളം കുറഞ്ഞു പോയിട്ടില്ലെന്നുള്ളൊരു ബോധ്യം ഏതൊരു വ്യക്തിക്കുണ്ടായപ്പോലും അവൻ ഏത് നിസ്സഹായമായ അവസ്ഥയിലായാലും ശരി, ഏത് സാമ്പത്തിക തകർച്ചയിലായാലും ശരി, ഏത് വലിയ ഊരാക്കുടുക്കി ചെന്ന് പെട്ടാലും ശരി, എത്ര കെണികളാ ചുറ്റുപാടും കാണുന്നു, എത്ര കെണി ചെന്ന് പെട്ടാലും ശരി, അവൻ ആത്മഹത്യ ചെയ്യില്ല. മോശ പുറത്ത് എന്ന് കർത്താവിൻ്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു. അവർ നേതാക്കളിൽ നിന്ന് 70 പേരെ ഒരുമിച്ച് കൂട്ടി കൂടാതെ ചുറ്റും നിർത്തി കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്നവരോട് സംസാരിച്ചു. മേഘം ദൈവസാന്നിധ്യത്തിന്റെ അടയാളമാണ് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യം അതിൽ നിന്നൊരു ഭാഗം എടുത്ത് 70 നേതാക്കന്മാരുടെ മേൽ പകർന്നു. അപ്പോൾ അവർ പ്രവചിച്ചു. പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല. അപ്പോൾ ഒരു താൽക്കാലിക പ്രവചന ശക്തി അവർ കൊടുത്തു. ആത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രകടനമായ പ്രകാശനമാണ് ഈ പ്രവചനം എന്ന് പറയും. എൽദാദ്, മൊദാദ് എന്നീ 2 പേര് പാളയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു. അവർക്കും ഈ ചൈതന്യം ലഭിച്ചു. അവർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും കൂടാരത്തിൻ്റെ സമീപത്തേക്ക് പോയിരുന്നില്ല. ഔദ്യോഗികമായ ക്രമത്തിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പോയില്ല. അവർ പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നുവെന്ന് ഒരു യുവാവ് ഓടിച്ചെന്ന് മോശയോട് പറഞ്ഞു. ഇത് കേട്ട് നൂനിൻ്റെ മകനും തെരഞ്ഞെടുക്കപ്പെട്ടവനുമായ ശുശ്രൂഷകനുമായ യോശുവ പറഞ്ഞു, പ്രഭു അവരെ വിലക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ വന്ന് പള്ളിയിലെ പരിപാടി ചടങ്ങുകളൊന്നും പങ്കെടുക്കാതെ, കുർബാനയൊന്നും പങ്കെടുക്കാതെ പുറത്തു വന്നുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനം നടത്തും. ഇഷ്ടപ്പെട്ടില്ല. മോശ എന്താ പറഞ്ഞേ?
ജോഷിയോട് പറഞ്ഞു, എന്നെപ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിന് ജനം മുഴുവൻ പ്രവാചകരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മോശയും ഇസ്രായേലും ഇറക്കുമ്പോൾ പാളയത്തിലേക്ക് പോയി. കാരണം മോശ പ്രവചനങ്ങളെ ഓർത്തായി പറഞ്ഞു. യോനാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആത്മാവിനുമേൽ എല്ലാവരുടെ മേൽ വർഷിക്കുമെന്ന് പറഞ്ഞാൽ ഓർത്തുകൊണ്ടത് പറയുന്നു. പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റയച്ചു. ആ കാറ്റ് കടലിൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുപോകും. ഒരു ദിവസത്തെ യാത്രയുടെ ദൂരം വ്യാസാർത്ഥത്തിൽ കൂടാതെ ചുറ്റും 2 മുഴം കനത്തിൽ മൂടിക്കിടക്കത്തക്ക വിധം അത് വീണു. അവ പകലും രാത്രിയും പിറ്റേന്നും കാടപ്പക്ഷികൾ ശേഖരിച്ചു. ഏറ്റവും കുറച്ച് ശേഖരിച്ചവന് പോലും 10 ഹോമർ കിട്ടി. അവർ പാളയത്തിന് അകത്ത് ചുറ്റും ഉണങ്ങാനിട്ടു. ഇതാ സംഭവം. പക്ഷേ കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യമോ? ഒരു അനുഗ്രഹം, പക്ഷേ അനുഗ്രഹത്തിൻ്റെ ഒരു ശിക്ഷയും കൂടി കടന്നു ചെയ്യുന്നു. അതായത് അഹങ്കരിച്ചവർ, പിറുപിറുത്തവർ, ദൈവത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ദൈവം കാണിച്ചു കൊടുത്തതിന് ശേഷം അവർ നന്ദി കേട്ടുള്ള ശിക്ഷയുണ്ടായി. മഹാമാരി എന്താണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇറച്ചി ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ കോപം ജനത്തിനെതിരെ ആളിക്കത്തി ഒരു മഹാമാരി അയച്ച ദൈവം അവരെ ശിക്ഷിച്ചു. അത്യാഗ്രഹികളെ സംസ്കരിച്ചതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ എന്ന് പേരിട്ടു. കണ്ടോ, ആ സ്ഥലത്തിന് പേര് വരെ ഇട്ടു, കിബ്രോത്ത് ഹത്താവ. കിബ്രോത്ത് ഹത്താവയിൽ നിന്ന് അവർ ഹസറോത്തിൽ ചെന്ന് താമസിച്ചു. ഇതാണ് വാസ്തവത്തിൽ വചനഭാവം. അധികം അല്ല, വളരെ ക്ലിയർ ആയിട്ടുള്ള അതിൻ്റെ സന്ദേശങ്ങൾ. ഒന്നാമത്തെ സന്ദേശം എന്താണ്? അതായത് കർത്താവ് ആത്മാവിനെ ഭക്ഷിച്ചതിൻ്റെ അടയാളം എന്ന് പറയുന്നതാണ് ഈ പ്രവചനം എന്ന് പറയുന്നത്. ഇങ്ങനെ നേരത്തെ പഴയത് തന്നെ ഉണ്ട്. അതായത് ചിലപ്പോൾ കർത്താവ് ഇങ്ങനെ പ്രവചനത്തിൻ്റെ സിദ്ധികൾ നൽകുന്ന കാണാം. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ആരംഭകാലത്ത് അതിൻ്റെ അടയാളങ്ങൾ, സാവൂളും പ്രവാചകനോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് ഇസ്രായേലുണ്ടായിരുന്നു. 1 സാമുവേൽ 10:11 നാം കാണുന്നുണ്ട്. സാവൂളും പ്രവാചകനോ എന്ന് പ്രത്യേകമായൊരു അവ്യക്തമായിട്ടുള്ള രീതിയിൽ ദൈവികമായ സ്വരം പ്രകടിപ്പിക്കുന്ന 1 സാമുവേൽ 19 വീണ്ടും പറഞ്ഞു, സാമുവേലിന് മുമ്പാകെ രാത്രിയും പകലും പ്രവചിച്ചു. അങ്ങനെ വ്യവസ്ഥനായി കടന്നുകൊണ്ട് ഉപയോഗിച്ചു എന്ന് പറയും. അപ്പം അത്രയ്ക്ക് അദ്ദേഹത്തിലേക്ക് ആത്മചൈതന്യം കടന്നു വന്നതായിട്ടൊക്കെ ഇവിടെ പറയുന്ന പഴയ ഓർമ്മകളാണ്. ഈ എൽദാദും മെദാദ് എന്ന് പറയുന്നത് അവർ ഔദ്യോഗിക ചടങ്ങ് പങ്കെടുക്കാതെ എന്ത് കാരണം കാണും, ചിലപ്പോൾ പനിക്കോളോ എന്തെങ്കിലും ഉണ്ടായി കാണുമായിരിക്കും. ഏതായാലും അവരങ്ങോട്ട് പോയില്ല. അപ്പോൾ അത് അവർക്കും കിട്ടി ചൈതന്യം. അപ്പോൾ അവരെ വിലക്കണമെന്നാണ് പറഞ്ഞേ. അപ്പോൾ എന്താ മറുപടി? അതാ നമ്മളെ സ്ട്രൈക്ക് ചെയ്യും. കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകരാവുകയും അവർക്ക് ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് നല്ല ഒരു നേതാവിൻ്റെ മനസ്സാണ്. തന്നെ പോലെ തന്നെ എല്ലാവരും വളർന്നു വരണം, എല്ലാവർക്കും സിദ്ധികൾ വളരണം, എല്ലാവരുടെയും കഴിവുകൾ പ്രകടിപ്പിക്കണം, എല്ലാവർക്കും അവസാനം നല്ലൊരു നേതാവിൻ്റെ ലക്ഷണം അതാണ്. അല്ല ഞാൻ മാത്രം ഞാൻ ചെയ്താലെല്ലാം ശരിയാവുള്ളൂ, ബാക്കിയുള്ളവർക്ക് അടിച്ചിരുത്തി മാറ്റി നിർത്തിയിട്ട് താനാണ് എല്ലാം എന്ന് ഈ പ്രവർത്തിക്കുന്ന ആളല്ല മോശം. അതുകൊണ്ടാണ് സ്വകാര്യത തിരഞ്ഞെടുത്തത്. സഭയിൽ അങ്ങനെ ചെയ്യേണ്ടിയേ. ചില അസൈൻമെൻറ്റൊക്കെ സഭയിൽ നടക്കും. അതിനു വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരെ കോർഡിനേറ്റ് ചെയ്യാനാണ്. ഇയാൾ തന്നെ ചെയ്യാനല്ല. ആരായാലും ശരി, ഒരു മേലുദ്ദേശിച്ചായാലും ശരി, ചുമതലയായാലും ശരി, നൽകപ്പെട്ട് ഇതിനു വേണ്ടിയിട്ടാണ്. കോർഡിനേറ്റിംഗ് ആയിട്ടുള്ള അസൈൻമെൻറ്റാണ്. അത് ഒരു മേലുദ്ദേശിനേക്കാളും കഴിവുള്ള ആളുകൾ വൈദിക സമൂഹത്തിൽ കാണും. അവരുടെ കഴിവുകളൊക്കെ സമൂഹത്തിൽ നന്മയ്ക്കായിട്ട് വിനിയോഗിക്കാൻ പറ്റിയ സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു മേലുദ്ദേശിന ചുമതല. അതിനു പകരം തനിക്കെതിരെ നിൽക്കുന്ന തന്നെക്കാളും ബുദ്ധിയുള്ള, തന്നെക്കാളും കഴിവുള്ള അടുപ്പിക്കാതിരിക്കുക, അകറ്റി നിർത്തുകയും ഒതുക്കുകയും ചെയ്യുന്ന രീതികളാണെങ്കിൽ അത് സഭയ്ക്കല്ല, കർത്താവിനൊട്ടും ചേർന്ന കാര്യങ്ങളില്ല. മാനുഷികമായ ദൗർബല്യങ്ങളായിട്ട് ഇതിനൊക്കെ കാണേണ്ടതായിട്ട് വരും. ഇവിടെ ഇങ്ങനെയുള്ള പഠിക്കേണ്ട പാഠമാണ് മോശയിൽ നിന്ന് ഇങ്ങനെയുള്ള അനുഭവം. എല്ലാവരും പ്രവചിച്ചിരുന്നെങ്കിലെന്ന്. അപ്പോൾ ഈ പ്രവചനത്തെക്കുറിച്ച് യോവേൽ 2:28-29 എന്താ പറയുന്നത്? എല്ലാവരുടെയും മേലെൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ഇതല്ലേ പ്രവചനം. അപ്പം അതുകൊണ്ട് ഈ സിദ്ധികളൊക്കെ ദമ്പ നൽകിയിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ട്, ഇപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട്, ആരെയും മാറ്റി നിർത്താൻ വേണ്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ മോശക്കാനുള്ള ദൗത്യം നൽകി എന്തിനു വേണ്ടിയിട്ടാണ്?
സ്വതന്ത്രമാക്കാൻ വേണ്ടി ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു ഉപകരണമായിട്ട് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നായകൻ ദൈവമാണ്. എല്ലാവരുടെ വിശ്വാസത്തിന് പ്രത്യേകത. നമ്മൾ എന്തെല്ലാം കൊട്ടിക്കോഴി ചാരെല്ലാം പൊക്കി പിടിച്ച് എവിടെയെല്ലാം കൊണ്ടുവന്നാലും ശരിയാവും, ഒരൊറ്റ നായകനെ നമുക്കുള്ളൂ, ഒറ്റ രാജാവ് നമുക്കുള്ളൂ, ഒറ്റ കർത്താവ് നമുക്കുള്ളൂ. അത് ഈശോയാണ്. അതുകൊണ്ട് അതിൻ്റെ ഈശോയുടെ കരങ്ങൾ ഉപകരണങ്ങൾ ആരെയും ഈശോ ഉപയോഗിക്കാം, ഏത് ഉപകരണത്തെ ഉപയോഗിക്കാം. അതിൽ തന്നെ ശക്തിയുള്ളതാവണമെന്നില്ല. കർത്താവിന് കയ്യിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ശക്തി ഉണ്ടാകുന്നു മാത്രമേ ഉള്ളൂ. ജെറമ്യാ പ്രവാചകൻ പറഞ്ഞില്ലേ, 31-33 പറയുന്നു, ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. എന്തൊരു ആത്മബന്ധമാണ്! നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭംഗി കണ്ടില്ലേ? നമ്മുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ ആത്മാവിനാൽ എഴുതുമെന്ന് പറയും. അപ്പം നമ്മളെ അവിടുത്തെ ജനമായിരിക്കും, അവിടെ നമ്മുടെ ദൈവമായിരിക്കും. ആത്മബന്ധത്തിൻ്റെ തീവ്രതയായി പറയുന്ന അതായി വിശ്വാസത്തിൻ്റെ പ്രത്യേകത. ഇത് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്ത ആറ് കുറ്റവാരം ഇത് അനുഭവിക്കുന്നവരെങ്കിലും പറയണ്ടേ. വെറുതെ വിശ്വാസ പ്രമാണം ഭൗതികമായിട്ട് ചൊല്ലിക്കൊണ്ടൊന്നും കാര്യമില്ല. അധര വ്യായാമം നടത്തിയിട്ട് ഒരു കാര്യമില്ല. കർത്താവ് തന്നെ പറയും, അധര വ്യായാമം എൻ്റെ അധരം കൊണ്ട് തന്നെ ആരാധിക്കുന്ന ഒരു ഹൃദയം എന്നിൽ അകന്നിരിക്കുന്നുവെന്ന് പ്രവാചകങ്ങൾ പറഞ്ഞതല്ലേ. അപ്പം ഇതൊന്നും വാക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആളുകളുടെ എണ്ണം കൂടണം. എന്താണ് മിശ്യാനുഭവം എന്ന് പറയുന്ന സംഗതി? അത് പങ്കുവയ്ക്കുന്ന ആളുകളുടെ എണ്ണം കൂടേണ്ടിയിരിക്കും. ആണ് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം. അല്ല മറ്റ് ഭൗതികമായ വലിയ വളർച്ചയൊന്നും നമുക്ക് വലിയ കാര്യമുള്ള കാര്യമില്ല. അതെപ്പം വേണം തള്ളിപ്പോവാം, നമുക്കതിനെ കാണാൻ പോലെ. കർത്താവ് ഒരു നിമിഷം മതി. 30,000 ഏക്കർ സ്ഥലമാണ് ഒറ്റ കത്തൽ കൊണ്ട്, തീപിടുത്തം കൊണ്ട് അവിടെ ലോസ് ഏഞ്ചൽസിൽ കാലിഫോർണിയയിൽ കരിഞ്ഞ ചാരമായി പോയത്. തടയാൻ പറ്റിയില്ലല്ലോ, കഴിവില്ലാഞ്ഞിട്ടില്ലല്ലോ, ടെക്നോളജി ഇല്ലാഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ആ ടെക്നോളജി അതിജീവിക്കുന്ന കൊടുങ്കാറ്റായിരുന്നു. അതൊന്നും നിയന്ത്രിക്കാൻ പറ്റാണ്ട് പോയത്. ഇപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിരിക്കുന്നത് എന്താണെന്ന് സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർമ്മ വേണം. നമ്മുടെ കഴിവുകൾ പരിമിതങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ ആത്മാവ് കടന്നു വരും. എസെക്കിയാ പറയുന്നു 36-26, ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, ഒരു പുതിയ ചൈതന്യം ഞാൻ നിക്ഷേപിക്കും. നമുക്കതാ വേണ്ടിയത്, ഒരു പുതിയ ചൈതന്യം. ആലോചിച്ച് നോക്കി, നമ്മുടെ ഉള്ളിൽ ചൈതന്യം പിന്നെ നമ്മൾ എന്താണ്? എന്തേ ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്, എന്തേ വിഷാദത്തോടെ ഇരിക്കുന്നത്, എന്തേ നിരാശപ്പെട്ടിരിക്കുന്നത്, എന്തേ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നത്, എന്തേ മുഖത്ത് പ്രസന്നതയില്ലാത്ത, എന്തേ ഒന്നും ചിരിക്കാത്ത, എന്തേ ആളുകളെ കാണുമ്പോൾ അരിശം വരുന്നത്, എന്തേ പെട്ടെന്ന് കടിച്ചു തിന്നാൻ വരുന്നത്, ഏത് കോപിഷ്ഠനായിരിക്കുന്നത്? ഹൃദയത്തിൽ ചൈതന്യം പോയി. അതല്ലേ എൻ്റെ സാഹചര്യം, അതല്ലേ എൻ്റെ സത്യം. ഹൃദയത്തിൽ കർത്താവിന് ചൈതന്യം വന്നു കഴിഞ്ഞാൽ നാം പ്രസന്നരായില്ലേ? നമ്മൾ ആളുകളെ ഇൻവൈറ്റ് ചെയ്യില്ലേ? നമ്മൾ സ്വാഗതം ചെയ്യില്ലേ? നമ്മൾ ആത്മാവിൽ മന്ത്രിക്കില്ലേ? എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരി എന്ന് പറയില്ലേ? ചെയ്യാൻ നന്മ ചെയ്തു കൊടുക്കില്ലേ? ആഹാരരസം നമ്മുടെ അടുത്തേക്ക് വരില്ലേ? നമ്മുടെ അടുത്ത് എണീറ്റ് പോയാലോ ശക്തി സംഭരിച്ചുകൊണ്ട് തിരിച്ചു പോകും, ഊർജം സംഭരിച്ചുകൊണ്ട് തിരിച്ചു പോകും. അത് നമ്മുടെ ഉള്ളിൽ ഊർജം ഉണ്ടാകണം. അപ്പോൾ ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, ഒരു പുതു ചൈതന്യം ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിന് ശിലാഹൃദയം ശരീരത്തിൽ നിന്ന് ഞാൻ എടുത്ത് മാംസളമായ ഹൃദയം നൽകും. നടപടി പുസ്തകത്തിൽ നടന്നതാണ്. നടപടിയുടെ 2:4 പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് ആവശ്യത്തിന് മാംസമൊക്കെ ലഭിച്ചു. കർത്താവ് അസാധ്യമായിട്ട് ചെയ്തു. പക്ഷെ അതിൻ്റെ കൂടെ ശിക്ഷയും കൂടെ ചെന്നു. എന്തുകൊണ്ടാണ്? അനുഗ്രഹം ചിലപ്പോൾ ശിക്ഷയായിട്ട് മാറാം. മനോഭാവത്തെ ആശ്രയിച്ചിരിക്കും. നമ്മൾ നെഗളിച്ചാൽ, പരിധിവിട്ട് അഹങ്കരിച്ചാൽ നൽകിയതൊക്കെ ശിക്ഷയായിട്ട് മാറാൻ ഇടയുണ്ട്. അതുതന്നെ കിബ്രോത്ത് ഹത്താബാൻ സ്ഥലത്തിന് പേര് കൊടുത്തു, അതായത് അത്യാഗ്രഹികളെ നിഗ്രഹിച്ച സ്ഥലം. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ കാറ്റ് അത് ഇഷ്ടമുള്ളിടത്തോട്ട് വീശും. കർത്താവിൻ്റെ കാറ്റിനെ കുറിച്ച് ആരംഭം തൊട്ട് പറയുന്നതല്ല, കാറ്റ് പരിശുദ്ധാത്മാവാണ്, ദൈവാത്മാവാണ് ഈ കാറ്റെന്ന് പറയും. അത് ഇഷ്ടമുള്ളിടത്ത് വീശും. അത് നന്മയ്ക്ക്, നമ്മുടെ നന്മയ്ക്കായിട്ടുള്ളതൊക്കെ കൊണ്ടുവരും. അതിൻ്റെ കൂടെ ശിക്ഷയും കൊണ്ടുവരാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് അത്യാഗ്രഹം നാശത്തിലേക്ക് നയിക്കുള്ളൂ. സുഖഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള പരാക്രമം ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ വേണം, അത്യാവശ്യമുള്ള കാര്യം വേണം. ഒരു വീട്ടിൽ അനുദിന കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഫ്രിഡ്ജ് വേണം, അല്ലെങ്കിൽ ഒരു TV വേണം. ഇതൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെ. പണ്ടൊന്നും ആവശ്യമില്ല. പണ്ട് 1000 രൂപ നമുക്കൊരു മാസം കഴിയാമെങ്കിൽ ഇന്നിപ്പോൾ കറണ്ട് ചാർജ്, ഫ്രിഡ്ജ് ചാർജ്, അല്ലെങ്കിൽ TV ചാർജ്, ഇതെല്ലാം കൂടി വലിയ തുകയാവും. പക്ഷേ അനിവാര്യമായ കാര്യങ്ങളാണ്, ഇതൊക്കെ വേണം. പിന്നെ നമുക്ക് വാഹനം അത്യാവശ്യമാണെങ്കിൽ വേണം. ഒരു കുടുംബത്തിന് ഒരു മിനിമം ആയിട്ടുള്ള ഒരു കാർ ഉണ്ടായിരിക്കുന്ന നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇല്ലായെങ്കിൽ ഇരുചക്ര വാഹനത്തിൽ പോകേണ്ടി വരും. അത് പോകുന്ന കാലഘട്ടങ്ങളിൽ ഒരു കാർ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്, തെറ്റൊന്നുമില്ല. പക്ഷേ അമിതമായിട്ടുള്ള മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തുകൊണ്ട് എനിക്ക് അവരെ പോലെയൊക്കെ ആകണം എന്നുള്ള ഭൗതികമായ ദാഹം കൊണ്ട് നടന്നാൽ ഉള്ളതോടെ പോകും.
നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും. തമ്പുരാൻ നമുക്ക് സമ്പത്തുണ്ടാകുന്നതിൽ സന്തോഷിക്കുന്ന ആൾ തന്നെയാണ്. അല്ല, നമ്മൾ ദാരിദ്ര്യത്തിൽ കിടക്കുന്നത് തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. ഹൃദയത്തിൻ്റെ ദാരിദ്ര്യം കർത്താവ് ആഗ്രഹിക്കും. അല്ല, നമ്മളെപ്പോഴും ഇങ്ങനെ പട്ടിണി പാവമായിട്ട് ഒന്നുമില്ലാത്ത കഴിയാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അത് തിന്മ തന്നെയാണ്. ആ തിന്മയെ ദൂരീകരിക്കാം. പക്ഷേ അമിതമായ ദൈവത്തെ മറന്നുള്ള ഭൗതികമായ മോഹമുള്ള ദാഹം, അത് അനീതി ചെയ്യുന്ന ദാഹം, മറ്റുള്ളവരെ പരിഗണിക്കാത്ത ദാഹം, മറ്റുള്ളവർക്കൊന്നും കൊടുക്കാത്ത രീതി, മറ്റുള്ളവരെ ഒട്ടും അടുപ്പിക്കാത്ത രീതി, തൻ്റെ തന്നെ സമ്പത്ത് ഒരു കൂട്ടി 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 കൊണ്ടുപോകണമെന്ന് മാത്രമുള്ള ചിന്ത, അയൽപക്കത്ത് കിടന്ന് പാവപ്പെട്ടവന് അല്പം ഒരു കടം ചോദിച്ചാൽ കൊടുക്കില്ലാത്ത രീതി, എന്തെങ്കിലും സഹായം ചെയ്യേണ്ടി വന്നാൽ അനങ്ങാത്ത രീതി, അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന രീതി, അറുത്തറുത്ത് ഉപ്പ് വയ്ക്കാത്ത രീതി, അതൊക്കെ ശിക്ഷാർഹമാണ് എന്ന കാര്യം ഇവിടെ പഠിപ്പിക്കാം. അതുകൊണ്ട് ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ ആധുനിക ലോകത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ യേശയ്യായുടെ പുസ്തകത്തിലേക്ക് കിടക്കുമ്പം ഇന്ന് എന്താ പ്രധാനമായിട്ട് വരുന്നത്? ദൈവത്തിന് ഈ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. നമുക്ക് ഏത് ബന്ധനത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. അതല്ലേ ഈശോയ്ക്ക് ജനം തിരിയുന്നത്. ഈശോ ആരാണ്? പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾക്കിങ്ങനെ ഒരു മതത്തിൻ്റെ രീതിയിൽ നമ്മൾ കാണുന്നു ഈ ക്രിസ്ത്യാനിറ്റി. ഇത് മതമേ അല്ല സഹോദര, ഇതൊരു ജീവിത ശൈലിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി ഒരു വ്യക്തി ബന്ധമാണ്. ആരാ ഈശോയുടെ ബന്ധം? ഈശോ എന്നാ ചെയ്യുന്നത്? മോചനം നൽകുകയാണ് അത് ചെയ്യുന്നത്. എവിടെ നിന്നാ? ഒന്നാമത്തെ അജ്ഞതയിൽ നിന്ന്. ഭയങ്കരമായ അജ്ഞത മനുഷ്യനെ ബാധിക്കുന്നത് കാണാൻ പാടില്ലേ? ഈ അന്ധവിശ്വാസങ്ങൾ കുമിഞ്ഞുകൂടി മറ്റു പല ആളുകൾക്ക് സ്വാധീനമായിരിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ആരെങ്കിലും ശാപമാണ്, അല്ലെങ്കിൽ ആരോ കാരണവുമാണ്, തെറ്റിൻ്റെ കുറ്റത്തിന് ശിക്ഷയാണ്. ഇതൊക്കെ തിരിച്ചൊന്ന് പോകാൻ എന്ത് ചെയ്യാൻ സാധിക്കുമല്ലേ? അപ്പം അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അജ്ഞതയാണത്. അറിവില്ല. മരിച്ചുപോയ ആൾക്കാർ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ചിന്തിച്ച് എങ്ങനെ വെക്കും? തെറ്റാണ്, അജ്ഞതയാണ്. ഇതുപോലെ ഒരുപാട് അജ്ഞതകൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നില്ലേ? ചിലപ്പോൾ നമ്മൾ സംശയം ചോദിക്കേണ്ടവർ ചോദിക്കണ്ടേ? ഹൃദയത്തിൽ അജ്ഞതയില്ലല്ലോ. കർത്താവല്ല അജ്ഞതയും മാറ്റിയില്ലേ? മറ്റ് വിശ്വാസസമ്മതകൾ അല്ലല്ലോ നമ്മൾ സ്വീകരിക്കുന്നത്. ഒന്നാമത് പുനർജന്മത്തിന് പോകാം. നമ്മൾ അടുത്ത ജന്മത്തിൽ വരുമ്പോൾ ഞാൻ ഒരിക്കലും വടക്കേ ഇന്ത്യയിൽ വെച്ച് പ്രത്യേക സാഹചര്യത്തിൽ ഒരു അഡ്വക്കേറ്റിനെ സംസാരിക്കേണ്ടതായി. അതൊരു പറഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്നത് എന്താ? നിങ്ങൾ ഈ പാവങ്ങൾക്ക് എന്ത് കൂലിയെ കൊടുക്കും? 15 രൂപ പോലും കൊടുക്കുന്നില്ല. കണ്ണുകാരെ തീറ്റ, വിദ്യാഭ്യാസം കൊടുക്കില്ല. എന്ത് ചെന്ന് കാണണം അവിടെയൊക്കെ കാണണം? സഭ ചെയ്യുന്ന കാര്യം. സഭ ഈ മനുഷ്യന് വെളിച്ചം കൊടുക്കുന്നതാണ് സഭയുള്ള ശത്രുത. നിങ്ങൾ ഇവരെയൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ കന്നുകാലികളുടെ കാര്യം നോക്കുന്ന ഒരു ചോദ്യം. പക്ഷെ അവർ മനുഷ്യമക്കളല്ലേ? വിദ്യാഭ്യാസം കൊടുത്താൽ എടുക്കലാവില്ലേ? പക്ഷെ അത് സഭ ചെയ്യുന്നു. വടക്കേൻ്റെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ ശത്രുതയ്ക്ക് കാരണം. അവരുടെ അതീശത്വം നഷ്ടപ്പെട്ടു പോകും. അവർക്ക് വ്യക്തിത്വ വികാസം ഉണ്ടാകും. അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കും. അവർക്ക് ജോലി കിട്ടും. അത് പാടില്ല. അതുപോലെ തന്നെ അവരെ സഹായിക്കാൻ പാടില്ല. കാരണം എന്നാ? അവർ ചിന്തിക്കുന്ന പുനർജന്മത്തിലാണ്. ഞാനൊരു വക്കീലിനോട് പറഞ്ഞപ്പം പറഞ്ഞു, ഇത്രമാത്രം കഷ്ടപ്പെട്ട് വേദനിക്കുന്ന ജനം ഇങ്ങനെയൊക്കെ പട്ടണത്തിൽ സുഖമായിട്ട് ജീവിക്കും. നിങ്ങൾക്ക് തന്നെ ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ പാടില്ല. പാടില്ല 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 എന്നോട് പറയാം. അത് പാടില്ല, ചെയ്യാൻ നിങ്ങളും പാടില്ല. കാരണം അത് കഴിഞ്ഞ ജന്മത്തിൽ അവർ ചെയ്തതിൻ്റെ ദോഷഫലം എപ്പോൾ അനുഭവിക്കാം. ഇങ്ങനെ തലയിൽ കയറിയാൽ എന്ത് ചെയ്യാനാണ്? ഇതിനൊക്കെ മാറ്റം വരേണ്ട കാലഘട്ടമായി. അത് മാറ്റം വരും സാവധാനത്തിൽ. അല്ലെങ്കിൽ പിന്നെ മറ്റൊരു നമ്മൾ ജനിച്ചു കഴിഞ്ഞ് പണ്ടാണ്ട് വല്യമ്മ ഇങ്ങനെ പറഞ്ഞെന്നാണ് കേൾക്കുന്നത്. അതായത് അവിടെയും കണ്ട് ഒരു കാക്ക വന്നിരുന്നു കുട്ടികളെ ഓടിക്കാൻ. അയ്യോ അത് ഓടിച്ചേക്കരുത്, അത് നമ്മൾ പഴയ വല്യമ്മച്ചിയാണ്. അങ്ങനെ പട്ടി കുറച്ചുകൊണ്ട് വരുമെന്ന്, അയ്യോ ആ പട്ടി കുറയ്ക്കരുത്, അയ്യോ അതൊന്നും ഓടിച്ചേക്കരുത്, അത് നമ്മളെ വല്യച്ഛനാ. ഇങ്ങനെ പറഞ്ഞു പിടിപ്പിച്ച കഥയായിട്ട് കേട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്ന കാര്യമായിരിക്കുന്നില്ല. എന്തായാലും ശരി, അജ്ഞതയിൽ നിന്ന് മോചനം നൽകിയ കർത്താവ് നമുക്ക് അത് നമ്മൾ മനസ്സിലാക്കി. അജ്ഞതയിൽ നിന്ന് മോചനം നൽകി. പ്രധാനപ്പെട്ട കാര്യം അതാ. മാനുഷികമായ അജ്ഞതകൾ, കൂമ്പാരങ്ങളായി നമ്മൾ കേരളത്തിൽ നമ്മൾ കുറേക്കൂടെ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് ഈ അജ്ഞതത്തിൽ കുറവുണ്ടെങ്കിൽ പോലും അന്ധവിശ്വാസങ്ങൾ കുമിഞ്ഞുകൊള്ളുന്ന കാണുന്നില്ല ഇവിടെയും. എടുത്തെടുത്ത് പറയാൻ പോയാൽ നമുക്ക് തീരുകയില്ല. എന്തുമാത്രം അന്ധവിശ്വാസം വിദ്യാഭ്യാസങ്ങളുടെ ഇടയിൽ ഇപ്പോൾ വന്നിരിക്കും. രണ്ടാമത് നമ്മളെ പാപങ്ങൾ നമ്മളെ മോചിക്കില്ലേ ഈശോ? ഈശോയ്ക്ക് എടുക്കാൻ പ്രധാനപ്പെട്ട കാര്യം മനസ്സമാധാനത്തോടെ ഈശോ ജീവിക്കാൻ പറ്റും. മനുഷ്യന് കുറ്റബോധം പേര് നടക്കുമ്പോഴേ ചെയ്തു പോയ തെറ്റുകളെല്ലാം തിരിച്ചടിച്ചുകൊണ്ടിരിക്കും. മനുഷ്യപ്രകൃതി എന്ന് പറയുന്നത് തെറ്റ് ചെയ്താൽ തിരിച്ചടിക്കും. മോറലോ അങ്ങനെയാണ്. എവറി ആക്ഷൻ ഹാസ് ഗോട്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ പഠിച്ചിട്ടില്ലേ? അത് മോറൽ തലത്തിൽ ഇങ്ങനെ തന്നെയാണ്. അത് തിരിച്ചടിക്കുമ്പോൾ എവിടെ പോയാൽ സമാധാനം കിട്ടുന്നത്? ഈശോയുടെ അടുത്ത് ചെല്ലുമ്പോൾ സർവ്വപാപങ്ങൾക്കും പരിഹാരമായി അവൻ്റെ മേലെ ശിക്ഷ നമുക്ക് രക്ഷ നൽകി, നമുക്ക് മോചനം നൽകിയ കർത്താവ്. ആർക്ക് പറ്റും ഇത് ചെയ്യാൻ? അതുകൊണ്ടാണ് ഈ പ്രധാന പുരോഹിതനാന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈശോ എന്ന് പറയുന്നത് അതുല്യനാന്ന് പറയുന്നത്, അനന്യനാന്ന് പറയുന്നത്. ദി യുണീക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഈശോയിലേക്ക് മനുഷ്യൻ മറന്നെടുക്കും. കാലക്രമം നോക്കിയോ ഈ ജനങ്ങൾ മുഴുവൻ അങ്ങോട്ട് എത്തും. അതുകൊണ്ടാണ് പ്രവാചകന്മാർ പറയുന്നത്
അതായത് കർത്താവിൻ്റെ ഗിരിശൃംഗം മറ്റെല്ലാ ഗിരിശൃംഗങ്ങളേക്കാൾ ഉയർന്നു നിൽക്കും എന്ന് ഏശയ്യായും പറഞ്ഞു, മിഖായേലും പറഞ്ഞു. ഉയർന്നു നിൽക്കും. എന്നിട്ട് ജനതകൾ പറയും നമുക്ക് അങ്ങോട്ട് പോകാം, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാം. അവിടെ നിന്നാണ് സുവിശേഷം ജെറുസലേമിൽ നിന്നും സീനായിൽ നിയമവും പുറപ്പെടുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പൊക്കൊണ്ടിരിക്കുക ഇപ്പോഴേ. അപ്പം അതുകൊണ്ട് ഈ കാര്യത്തേക്കുള്ള വെളിവായിട്ട് കാണാൻ നമുക്ക് കണ്ണ് തുറന്നു കിട്ടണം. കർത്താവെ, ഞങ്ങളുടെ അകക്കണ്ണ് തുറന്നു തരണമേ, നിന്നെ ഒന്ന് കാണാൻ, നീ ആരാണെന്നറിയാൻ. നീ വെറും ഞങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്ന ഒരു അപരിചിതനല്ല, ഞങ്ങളുടെ കണ്ണൊക്കെ മൂടപ്പെട്ട് കിടക്കുക. നീ അപ്പം അങ്ങ് വാഴ്ത്തി ഞങ്ങളുടെ കൈ തന്നപ്പോൾ കണ്ണുകൾ തുറന്നു. അപ്പം ഞങ്ങൾ അയ്യോ ധാരാ, ഞങ്ങളുടെ ഹൃദയം ജ്വലിച്ചുപോയി. ആ ജ്വലനം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഏശയ്യാ പ്രവാചകനോട് പറയുക, ദൈവം പറയുക, ആരോട് നീ എന്നെ സാദൃശ്യപ്പെടുത്തും? ഇതാണ് ദൈവം ചോദിക്കുക, നീ എന്നെ ആരോട് സാദൃശ്യപ്പെടുത്തും? ആരാണ് എനിക്ക് തുല്യൻ? ആരോട് നീ എന്നെ തുലനം ചെയ്യും? എനിക്ക് സമനായി ആരുണ്ടെന്ന് വെളിപാടല്ലേ നോക്കത്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് സമനായ നമ്മൾ എന്തിനും വാസം നിരാശപ്പെടുന്നു? ഇങ്ങനെ ദൈവമുള്ള, ഇങ്ങനെ ദൈവാനുഭവം ഒരു മനുഷ്യനെ എന്തിനാണ് നിരാശയിൽ കഴിയും? എന്തിനായി മൂടുമാറ്റം ഉണ്ടാകും? കർത്താവ് എന്നെ ചോദിക്കുക, മടിശീലയിൽ നിന്ന് ധാരാളമായ സ്വർണവും വെള്ളിക്കോലിൽ തൂക്കി വെള്ളിയും എടുത്ത് ദേവനെ നിർമ്മിക്കാൻ സ്വർണ്ണപ്പണിക്കാരനെ കൂലിക്കെടുക്കുക, അതിൻ്റെ മുമ്പിൽ വീണ് ആരാധിക്കും. പരിഹസിക്കുക പ്രവാചകൻ. എന്തിനാ? വിഗ്രഹത്തെ, കാളക്കുട്ടിയെ ഇതുണ്ടാക്കിയിട്ട് ആരാധിക്കാൻ. അതിനെന്തോ ചലനമുണ്ടോ? ഇല്ല. ജീവനുണ്ടോ? ഇല്ല. അവർ അതിനെ ചുമലിൽ വഹിച്ചുകൊണ്ട് പോയി യഥാസ്ഥാനം ഉറപ്പിക്കുന്നു. അവിടെ നിന്ന് അതിന് ചലിക്കാനാവില്ല. അതൊന്നും പ്രത്യേകിച്ച് പണ്ടത്തെ കാലഘട്ടത്തിൽ അവിടുത്തെ ബാബിലോണിൽ മർദൂക്ക് എന്ന് പറയുന്ന ഒരു ദേവൻ, അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ വിഗ്രഹം ചുമലിലേറ്റിക്കൊണ്ട് വലിയ ഭയങ്കര പ്രദർശനം നടന്ന പതിവ് അത് സൂചിപ്പിക്കുക. വിഗ്രഹം ഉണ്ടതാണ്. ഒരുവൻ കേണപേക്ഷിച്ചാൽ അത് ഉത്തരവല്ലയോ ക്ലേശങ്ങളിൽ നിന്ന് അതിനെ രക്ഷിക്കുകയോ ചെയ്യുന്നില്ല. വളരെ വ്യക്തമായിട്ട് പറയാം, യഹോവയാണ് നിന്റെ രക്ഷകൻ, യഹോവ മാത്രമാണ് നിന്റെ രക്ഷകൻ. നിനക്ക് രക്ഷ നൽകുന്ന ഏക ദൈവം ഇതാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ പറയുന്ന ഇതും ചുവന്നും നടപ്പങ്ങ് നിർത്തണം. അതിക്രമികളെ ഓർമ്മിക്കുവേൻ, നിങ്ങളിത് അനുസ്മരിക്കുകയും മനസ്സിൽ വയ്ക്കുകയും ചെയ്യുവേൻ. പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുവേൻ ഇസ്രായേലിനെ പറയും. വന്ന വഴി ഓർമ്മിക്കാൻ, പഴയ കാര്യങ്ങൾ ഓർമ്മിക്കാൻ. നിന്നെ ആരാ ഇവിടെ കൊണ്ടുവന്നതെന്ന്, നിനക്ക് ആരാ ജന്മം നൽകിയതെന്ന്, നിന്നെ ആരാ പടുത്തുയർത്തിയെന്ന്, നിനക്ക് ജീവൻ വെപ്പിച്ചത് ആരാന്ന് നീ മറന്നുപോകരുത്. ഓർമ്മിപ്പിക്കുമേ, ഞാനാണ് ദൈവം, ഞാനുള്ള മറ്റു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ മറ്റാരുമില്ല. എത്ര ക്ലിയർ ആയിട്ടാണ് പ്രവാചകനുടെ ദൈവം ഇതാണ് ഈ വെളിപാടെന്ന് പറയുന്നത്. മറ്റെങ്ങും പോകേണ്ട കാര്യമില്ല. എന്നിട്ടെന്ന് പറയുന്നത്, എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും. തമ്പുരാൻ പറയുന്ന വാക്കുകൾക്ക് നിലനിൽക്കും. എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റും എന്ന് പറഞ്ഞ ആദിയിലെ ഞാൻ എൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തുക. പുരാതന കാലം മുതൽ സംഭവിക്കാനിരിക്കുന്നവ ഞാൻ നേരത്തെ വെളിപ്പെടുത്തി. അപ്പോൾ ദൈവിക വെളിപാടുള്ള ഒരു സമൂഹമാണ് നമ്മൾക്ക് നമ്മൾ മുമ്പോട്ട് നയിക്കുന്നതൊക്കെ മറ്റും മനുഷ്യൻ സൃഷ്ടിച്ച് വെച്ച ഏതെങ്കിലും നിയമാവലിയോ ഗ്രന്ഥങ്ങളോ ഒന്നുമല്ല. നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത് ദൈവിക വെളിപാടാണ്. ആൾക്കാർ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. കിഴക്കുനിന്ന് ഒരു ഹിംസ്രപക്ഷിയെ ഞാൻ വിളിക്കും, എൻ്റെ അഭീഷ്ടം നിറവേറ്റുന്ന ഒരുവനെ ദൂരദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവരും. ഞാൻ പറഞ്ഞു അത് ചെയ്യും, ഞാൻ തീരുമാനിച്ചു അത് നടപ്പിലാക്കും. ഈ ഹിംസപക്ഷി എന്ന് പറയുന്നത് അവിടുന്ന് വിളിക്കപ്പെടുന്ന രാജാവാണ്. അദ്ദേഹത്തെ, അതായത് അവിടുന്ന് ബാബിലോണിയ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് പേർഷ്യൻ രാജാവിനെ ഉദ്ദേശിക്കും. അതാ തമ്മിലെ ഹിംസപക്ഷി എന്ന് പറയും. വിമോചനം അകലെയാണെന്ന് കരുതുന്ന മർക്കരമുഷ്ടികളെയും എൻ്റെ വാക്ക് കേൾക്കും. ഇസ്രായേൽക്കാരോടാണ് വിമോചനം അകലെയാണ് എന്ന് പറയാം. 50 വർഷമായിട്ട് കിടപ്പ് ഉറങ്ങിയിട്ടേ രക്ഷയില്ല, അതുകൊണ്ട് ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞാൻ നിരാശപ്പെട്ട് പറയുന്ന ആൾക്കാരുടെ പറയും, അകലെയാങ്ങ അവൻ്റെ എന്നാ പറയുന്ന മർക്കരമുഷ്ടികളെ എൻ്റെ വാക്ക് കേൾക്കുവിൻ, ഞാൻ മോചനം ആസന്നമാക്കിയിരിക്കുന്നു, അത് വിദൂരത്തല്ല, ഞാൻ രക്ഷ താമസിപ്പിക്കുകയില്ല, ഞാൻ സിയോന് രക്ഷയും ഇസ്രായേലിന് മഹത്വവും നൽകും എന്ന് വളരെ ഭംഗിയായിട്ട് രീതിയിൽ അവിടെ പറയാം. അപ്പം അതുകൊണ്ട് ദൈവം വളരെ ക്ലിയറായിട്ട് വെളിപ്പെടുത്തിയ സത്യങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രതീക്ഷ നൽകേണ്ടതാണ്. ബന്ധികൾക്ക് നൽകുന്ന പ്രതീക്ഷയാണ്. ആലോചിച്ച് നോക്കിയേ, 300ഓളം ബന്ധികൾ, ഒത്തിരി എണ്ണം മരിച്ചു അല്ലെ കൊന്നു. ഇതിൽ ഇനിയും കിടപ്പുണ്ട്. അതിനകത്ത് 3 പേരെ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു വിട്ടതിന് ആ വാർത്ത നമ്മൾ കേട്ടില്ല. ബാക്കിയുള്ളവർ എന്തേ വിടാത്തത്? കാരണം ഇപ്പം കിടക്കുന്ന കാണാമല്ലോ. യുദ്ധത്തിൻ്റെ കാരണം എവിടെ പോയി കിടക്കും അടിസ്ഥാനപരമായി. അപ്പം അതുകൊണ്ട് ഇതുകൂടെ ബന്ദികൾ കിടക്കുന്ന സാധനം. അതായത് അവർ ഈ മർദൂക്കിൻ്റെ മകനാണ് ഈ
നേബോ എന്ന് പറയുന്ന മറ്റു കുട്ടി ദൈവം അതിനൊക്കെ ചുമന്നുകൊണ്ട് നടക്കുക. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പറയാം, സൈറസ് ചക്രവർത്തിയെ വിടുമെന്നായി പറഞ്ഞത്, പേർഷ്യൻ രാജാവ് സൈറസ് ചക്രവർത്തി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വളരെ ഹൃദയത്തിൽ കൊള്ളുന്ന വാക്കുകളാണ് പറയുന്നത്. അമ്മ തൻ്റെ കുഞ്ഞിനെ കൊണ്ടു നടന്ന പോലെയാണ് ദൈവം നമ്മളെ കൊണ്ടു നടക്കുന്ന അതിൻ്റെ പിന്നിലൊരു വലിയ സൂചന കിടപ്പുണ്ട്. അതിന് നേരെ വിപരീതമായി അന്നത്തെ കാലത്ത് ഈ പറയുന്ന വിഗ്രഹാരാധനകൾക്ക് നരബലി സാധാരണമായി, അതുപോലെ തന്നെ ലൈംഗിക അരാജകത്വം സാധാരണമായിരുന്നു. അങ്ങനെ കുടുംബങ്ങളെല്ലാം തകരുമായിരുന്നു. അതുകൊണ്ട് ആ സാഹചര്യത്തിലാണ് ശക്തമായിട്ടുള്ള ഈ വെളിപാടുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ വാക്ക് കർത്താവ് പറഞ്ഞു അത് നടപ്പാക്കുമെന്ന് തീർച്ചയായിട്ട് പറയാം. ഈശോ പറഞ്ഞു എന്ന് പറയാം, നിനക്ക് രക്ഷയുണ്ടാകും, നീ വിശ്വസിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ആവശ്യപ്പെടുകയാണ് ഈ പ്രവചനം. അപ്പം എവിടെയാണ് എത്തി നിൽക്കുന്നത്? അവസാനം നമ്മളെ സംബന്ധിച്ച് ഈശോയിൽ എത്തി നിൽക്കുക. നമുക്കറിഞ്ഞില്ല വചന ഭാഗങ്ങൾ, പഴയ നിയമഭാഗങ്ങൾ ഏത് ഭാഗം എടുത്താലും വ്യാഖ്യാനിക്കേണ്ടത് ഈശോയിലൂടെയാണ്. പൂർണ്ണമാക്കപ്പെട്ടത് ഈശോയിലാണ്, നിവൃത്തിയാക്കപ്പെട്ടത് ഈശോയിലാണ്, വാഗ്ദാനം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കും ഈശോയിലാണ്. അപ്പോൾ നമ്മുടെ ഏത് ഭാഗം എടുത്താലും അങ്ങോട്ട് നോക്കിയിട്ട് വേണം അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കാനായി. ഇത് ഇന്ന് ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇന്ന് എൻ്റെ മുമ്പിലാണ് രക്ഷ, ഇന്ന് ഈ നിമിഷമാണ്. അത് എൻ്റെ മുമ്പിലാണ് ഈ സംഗതി ഇപ്പം നിറവേറുന്നത്. ഈ വെളിപാടെന്ന് പറയുമ്പോൾ ഒരിക്കലും നടന്നിട്ട് പാലിട്ട് കടന്നുപോയിട്ട് പിന്നെ ഓർമ്മയായി ചരിത്രത്തിൽ നിൽക്കുന്ന രേഖയല്ലത്. ആ വെളിപാട് ഇന്ന് ജീവിക്കുന്നതിൻ്റെ ഹൃദയത്തോട് ദൈവം സംസാരിക്കുക. ഇതാണ് നമ്മൾ ആവശ്യത്തിൽ വേണം വചനത്തെ കാണാനായിട്ട്. അതിൻ്റെ കൂടെ ഞാൻ എബ്രായക്കാരുടെ ലേഖനത്തിലെ കർത്താവ് പ്രധാന പുരോഹിതനാണെന്ന കാര്യം പറയാം. മുൻകാലങ്ങളിൽ അനേകം പുരോഹിതരും നമുക്കുണ്ടായിരുന്നു, എന്നാൽ ശുശ്രൂഷയിൽ തുടരാൻ മരണം അവരെ അനുവദിച്ചില്ല. എന്നാൽ ലേവി പൗരോഹിത്യത്തെക്കുറിച്ച് പറയും. ലേവി പൗരോഹിത്യത്തിൻ്റെ അവിടുത്തെ പുരോഹിതൻ മരിച്ചു പോകും, ഇനി അടുത്തയാൾ വരും. എന്നാൽ അങ്ങനെയല്ല ഈശോ. അത് പുരോഹിത മരണം കൊണ്ട് അവസാനിച്ചു. ഇതാ മരിക്കാത്തൊരു പുരോഹിതൻ യേശു ആകട്ടെ എന്നേക്ക് നിലനിൽക്കുന്നതുകൊണ്ട് അവൻ്റെ പൗരോഹിത്യം കൈമാറ്റപ്പെടുന്നില്ല. തന്നിലൂടെ ദൈവത്തെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. സമീപിക്കുന്നവരെ എന്നേക്കും ജീവിക്കാനായ അവൻ അവർക്ക് വേണ്ടി മഹത്വം പ്രദാനം ചെയ്യുന്നു, മധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നു. കാരണം ഈശോയുടെ പൗരോഹിത്യവും മറ്റൊന്നും താരതമ്യം ചെയ്യുകയാണ് ഇവിടെ അറിയാതെ. പെട്ടെന്ന് നമുക്കൊരു പ്രധാന പുരോഹിതൻ ഉണ്ടെന്ന്, പുരോഹിതൻ ഒന്നേ ഉള്ളൂ, അതാരെ ഈശോ മിശിഹായാണ്. നമ്മൾ വിചാരിക്കും മറ്റേ അച്ഛന്മാരും മത്താന്മാരും മാർപ്പാപ്പന്മാരും ഒക്കെയാണ് ഈ രക്ഷാകരത് വലിയ അവരൊന്നും അല്ല. അവർ കർത്താവിന് കരുന്ന ഒരു ഉപകരണങ്ങൾ മാത്രം. അദൃശ്യനായ പുരോഹിതൻ, അതാണ് മഹത്വപൂർണമായ പുരോഹിതൻ. അദൃശ്യനായ മധ്യസ്ഥൻ, അതാണ് ശക്തനായ മധ്യസ്ഥൻ. ഈ അദൃശ്യനായവനെ ദൃശ്യവൽക്കരിക്കാൻ വേണ്ടി അദൃശ്യനായവൻ തിരഞ്ഞെടുത്ത ബലഹീനമായ കഥാപാത്രങ്ങളാണ് മാർപ്പാപ്പ തൊട്ട് താഴെ വരെയുള്ള ഞങ്ങൾക്ക് വരെയുള്ള വൈദ്യുതി വരെയുള്ള എല്ലാ പൗരോഹിത ശുശ്രൂഷകരും. ഒരു സംശയവും വേണ്ട. ആ എങ്കിലേക്ക് അപ്പോൾ എങ്ങോട്ടാണ് തിരിയേണ്ടത്? നമ്മൾ തിരിയേണ്ടത് വചനത്തിലുള്ള ഈശോയിലേക്ക്, ആത്മാവിൽ കുടികൊള്ളുന്ന ഈശോയിലേക്ക് തിരിയാൻ പറ്റും. എന്ന് വിചാരിച്ച് തനിച്ചിരുന്നാൽ മതി, പോരാ. ആ ഈശോയെ കുടികൊള്ളുന്നവരുടെ കൂട്ടായ്മയിലേക്ക് തിരിയണം. അതാണ് സഭയെന്ന് പറയുന്നത്. സഭയിലൂടെ നമ്മൾ ഈശോയെ ഇന്ന് കാണും. സഭയിലായിരിക്കണമെങ്കിൽ മാത്രമേ ശരിയാവൂ. അതുകൊണ്ട് പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിൽ ഉയർത്തപ്പെട്ടതുമായ ഒരു പ്രധാന പുരോഹിതനും നമുക്കുണ്ടായിരിക്കുന്ന ഉചിതമല്ലേ? അപ്പോൾ ചോദിക്കാം, ആരാ ഈശോ? പരിശുദ്ധൻ, ദോഷരഹിതൻ, നിഷ്കളങ്കൻ, പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവൻ. അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി, അനന്തരം ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ട കാര്യമില്ല. സ്വന്തം പാപത്തിന് വേണ്ടി അന്ന് പ്രധാന പുരോഹിതൻ ബലിയർപ്പിച്ചിരുന്നു. ഇന്നതിൻ്റെ ആവശ്യമില്ല. കാരണം പാപരഹിതനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. അത് അനുദിനവും ആവശ്യമില്ല, ഒറ്റ ബലിമതി. കാരണം അനന്തകാരനായ ദൈവത്തിന് ഭൂതവും ഭാവിയൊന്നുമില്ല, എന്നും വർത്തമാനകാലമാണ്. അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലി അർപ്പിച്ചിരിക്കും. അപ്പോൾ വാസ്തവത്തിൽ നിയമം ബലഹീനരായ മനുഷ്യരെയാണ് പ്രധാന പുരോഹിതന്മാരായി നിയോഗിച്ചിരുന്നതെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാം. നിയമത്തിന് ശേഷം ശപഥത്തിൻ്റെ വചനമനുസരിച്ച്, ശപഥം എന്ന് പറഞ്ഞാൽ വാഗ്ദാനം, വചനമാകട്ടെ എന്നേക്കും പരിപൂർണമാക്കപ്പെട്ട പുത്രനെയാണ് നിയോഗിച്ചിരിക്കും. അപ്പം നമ്മൾ ആ കാര്യത്തെ മനസ്സിലായി വീണ്ടും പറയുക. ഇതിൻ്റെയൊക്കെ സന്ദേശം എന്താണ്? ഇതൊരു വ്യക്തിബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നില്ല എങ്കിൽ ഇതൊന്നും പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇത് കേൾക്ക മാത്രമേ ഹൃദയം തുടിക്കുന്നില്ല എങ്കിൽ, അയ്യോ എൻ്റെ ഹൃദയം ജ്വലിക്കുന്നുണ്ടായിരുന്നു എമ്മാവസിലെ യാത്രയുടെ പറ്റേ കർത്താവ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഹൃദയം ജ്വലിക്കുന്നുണ്ടായിരുന്നു പറയുന്ന ആ രീതിയിൽ തന്നെ നമ്മുടെ ഹൃദയം ഈ വചനം കേൾക്കുമ്പോൾ ജ്വലിക്കേണ്ടതാണ്. പിന്നീടാണ് അപ്പോൾ അടുത്ത ആശുപത്രി കൈ തരുമ്പോഴത്തേക്ക് യാഥാർത്ഥ്യമായിട്ട് മാറുന്നത്.
അപ്പോൾ ആ തിരിച്ചറിവുണ്ടാകുന്നു പരിശുദ്ധ കുർബാനയിൽ. അപ്പോൾ ഹൃദയം ജ്വലിക്കേണ്ടതാണ്. അപ്പോൾ വാഗ്ദാനത്താൽ ഉറപ്പിക്കപ്പെട്ട പ്രവൃത്തിമാണ് കർത്താവിൻ്റേത്, ലേവ്യരുടേത് പോലെയല്ല. അതുകൊണ്ട് കർത്താവ് എന്നും ജീവിക്കുന്നു, മരണമില്ലാത്തയാളാണ്, മരിച്ച് ഉത്ഥാനം ചെയ്തവനാ. നമുക്ക് മരണശേഷം ഒരു ജീവിതം ഉണ്ടെന്ന്, അല്ലാതെ ചുമ്മാ ഒരു വെറും ഭാവനയല്ലെന്ന്. അത് മരണശേഷം നമ്മൾ ജീവിക്കാൻ അച്ചാരവും ഈശോയുടെ പുനരുത്ഥാനം അവിടുന്ന് മഹത്വപൂർണ്ണമായിട്ടൊന്നും ജീവിക്കുന്നുണ്ടെന്ന്, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ അങ്ങനെ തന്നെ കർത്താവിനോട് ചേരും എന്ന് വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അതുകൊണ്ട് കർത്താവ് രണ്ടാമത് വരുമെന്നും തനിക്കുള്ളവരെ തന്നിലേക്ക് ചേർക്കാൻ, ആദ്യം എന്നതുപോലെയല്ല, തൻ്റെ സ്വന്തം ജനത്തെ തന്നിലേക്ക് ചേർക്കാൻ വേണ്ടി വരും. അതൊരു വിദ്യാളനായിട്ടായിരിക്കും വരവം. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഗുണഭോക്താക്കളാണ് ദൈവത്തിൻ്റെ കൃപയുടെ. ഇപ്പോൾ മധ്യസ്ഥ എന്ന നിലയിൽ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ, അതേസമയത്ത് അവിടെ നമ്മിൽ ഒരുവൻ തന്നെയാണ്, പാവമൊഴിയെ ബാക്കി എല്ലാ കാര്യവും നമ്മോട് താതാത്മ്യപ്പെട്ടവനാണ്. അതുകൊണ്ട് ഈശോയുടെ ദൈവപിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അപ്പോൾ ഈ കർത്താവിന് മധ്യസ്ഥതയെക്കുറിച്ച് ഇതിനകത്ത് തന്നെ 4 പ്രാവശ്യം പറയുന്നു, അത് മധ്യസ്ഥനാണെന്നുള്ള കാര്യം. പലപ്പോഴും നമ്മൾ മധ്യസ്ഥന്മാരെയൊക്കെ കരുതുമ്പോൾ കത്തോലിക്കാ സഭയിൽ ശരിയായ പഠനം തന്നെയാണ്. അല്ല, മധ്യസ്ഥന്മാർ ദൈവമാക്കാൻ ആരും പറഞ്ഞിട്ടില്ല. മനുഷ്യനാക്കുന്നതിന് ആരോട് പറയാനാണ്? കർത്താവിൻ്റെ സാക്ഷികളാണ് അവർ. അല്ല, അവർക്ക് പ്രത്യേക സിദ്ധികൾ സ്വന്തമായിട്ടില്ല. ഒരു സെബസ്ത്യാനോസിനുമില്ല, ഒരു അന്തോനീസിനുമില്ല. കർത്താവിന് സാക്ഷികളാണ്. അവരുടെ സാക്ഷ്യത്തിൻ്റെ ശക്തി അനുസരിച്ച് അവർ മധ്യസ്ഥത്തിന് ശക്തി ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് അവരെ ആരെയും ദൈവമാക്കുന്നില്ല സഹോദരാണ്. കത്തോലിക്കാ സഭയെ നോക്കിയിട്ട് പത്സിക്കുന്നവരോടായി പറയും, അവരെ ആരും ദൈവമാക്കിയിട്ടില്ല സഭയിൽ. അത് അവർ വഴികാട്ടികളാകുമ്പോൾ ആ വഴിയെ പോകാൻ വേണ്ടി അവരുടെ ജീവിതം ഒരു മാതൃകയും പ്രചോദനമായിട്ട് എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ തിരുനാൾ ആചരിക്കും. പക്ഷേ ഞങ്ങൾക്ക് അപഭ്രംശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈശോയെ വിട്ടിട്ട് അതിൻ്റെ തന്നെ പുറകെ പോകുന്നവരൊക്കെ ഉണ്ട്. അത് തെറ്റാണ്, അത് വിഗ്രഹാരാധനയാണ്, അത് തിരുത്തേണ്ടതാണ്. പക്ഷേ സഭ ഔദ്യോഗികമായിട്ട് ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. ബലവാനും കർത്താവുമായിട്ട് ഒരാളേ ഉള്ളൂ, അത് ദൈവത്വം തന്നെയാണ്, ഈശോ മിശിഹ തന്നെയാണ്. മധ്യസ്ഥനായിട്ട് ഒരാളേ ഉള്ളൂ, അത് ഈശോ മിശിഹ തന്നെയാണ്. ഈശോ മിശിഹായിലേക്കുള്ള വഴികാട്ടികളാണ് ഇവർ. അബ്രഹാം മധ്യസ്ഥം വഹിച്ചില്ലേ, ഓൾഡ് ടെസ്റ്റമെന്റ് കാണുന്നില്ലേ? അത് മധ്യസ്ഥത്തിനൊന്നും വിലയുണ്ട്. അതിൻ്റെ ഈശോ തന്നെയാണ് പ്രധാന പുരോഹിതൻ, അല്ല വേറെ പുരോഹിതന്മാർ. അതുകൊണ്ട് കത്തോലിക്ക സഭയിൽ ഒത്തിരി പുരോഹിതരുണ്ട്. എന്താ പുരോഹിത വായിച്ചാൽ ഇതൊക്കെ അർത്ഥരഹിതമെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഈ അദൃശ്യനായ പുരോഹിതൻ ദൃശ്യവൽക്കരിക്കണ്ടേ? നിങ്ങളുടെ ഇടയിലാണെങ്കിലും ഉണ്ടല്ലോ അങ്ങനെ ഓരോ പാസ്റ്റർമാരും പിന്നെ എന്നതാണ്. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദൃശ്യവൽക്കരണത്തെക്കൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സഭയുടെ ഔദ്യോഗിക പഠനം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം കത്തോലിക്ക സഭ വിമർശിക്കാനാണ്. വ്യക്തികൾ വഴിതെറ്റിപ്പോവാം, സമൂഹവും വഴിതെറ്റിപ്പോവാം, അവിടെയൊക്കെ പ്രവൃത്തികളും വാക്കുമൊക്കെ അനുകരണാർഹമാകണമെന്നില്ല. പക്ഷേ അതിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന സഭ. അതുകൊണ്ടാണ് ഈ സഭയുടെ പ്രത്യേകത നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ സൂനകദോസ് സിനോഡാലിറ്റി എന്ന് പറഞ്ഞ മാർപ്പാപ്പ പറഞ്ഞുകൊണ്ടിരിക്കും, ഒന്നിച്ച് നടക്കുക. അവർ നവീകരണം നടന്നുകൊണ്ടിരിക്കും. അതതിൻ്റെ പ്രധാനപ്പെട്ട പരിശുദ്ധ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് നവീകരണം എന്ന് പറയും. ഇപ്പോൾ ജീവിത മരണത്തെ അതുകൊണ്ട് അതീതമായി നിൽക്കുന്ന, ജീവൻ്റെയും മരണ അതീതമായി നിൽക്കുന്ന ഒരു പുരോഹിത ശുശ്രൂഷ നമുക്കുള്ളതുകൊണ്ട് നമ്മൾ ആ കർത്താവിൽ ആശ്രയിക്കണം. അതുകൊണ്ട് കർത്താവിൻ്റെ സ്വഭാവം, അവിടുത്തെ നേട്ടം, അവിടുത്തെ സ്ഥാനം, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ട ഒരു സംഗതി തന്നെയാണ്. ഈശോ ആരാകുന്നു എന്ന ചോദ്യത്തിന് സ്വയം ദാനം ചെയ്ത കർത്താവിനെ നമ്മുടെ ആത്മാവിൽ പുൽകിയായി കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് സന്തോഷമിടും. അത് അവിടെ നമുക്കുണ്ടായിരിക്കുന്ന ഉചിതമാണെന്ന് അവർ പറഞ്ഞിരിക്കും. പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനുമായ പ്രധാന പുരോഹിതനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ആ പ്രധാന പുരോഹിതന് വേണ്ടി ആ പ്രധാന പുരോഹിതൻ അന്ന് അവന് വേണ്ടി തന്നെ ബലിയർപ്പിച്ചെങ്കിൽ ഇവിടെ അതിന് വേണ്ട നമുക്ക് വേണ്ടി തന്നെ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കും, എന്നേക്കുമായി അർപ്പിച്ചുകൊണ്ടിരിക്കും. അത് തനിക്ക് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് അവിടുന്ന് വാഗ്ദാനത്താൽ പുരോഹിതനായിരിക്കും, നിയമത്താലല്ല. അതുകൊണ്ട് അക്കാര്യം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വളരെ ഗൗരവമായി നമ്മളുടെ വിശ്വാസത്തെ സജ്ജമാക്കാൻ നമുക്ക് സാധിക്കണം. ജീവിക്കുന്നവനായ നമ്മുടെ ജീവിതത്തിൽ ഒരുമയോടുകൂടി സഭയിൽ ആരുടെ ഒരുമയെന്ന് പറയുന്നത് കത്തോലിക്കാ സഭയിലെപ്പോഴും സഹനസഭ, സമരസഭ, വിജയസഭ എന്നൊക്കെ പറയുന്നു. നമുക്ക് യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. നമുക്ക് മുമ്പ് മരിച്ചു പോയവരുണ്ട്, അതുകൊണ്ട് നമ്മളിപ്പോൾ ജീവിക്കുന്നവരുണ്ട്, ഇനി ജനിക്കാതിരിക്കുന്നവരുണ്ട്. ഇവരെല്ലാവരും കൂടി ചേരുന്നതാണ് ഇസ്രായേൽ എന്ന് പറയും. ദൈവത്തിന് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതാണ്. അലയുന്ന ഒരു അറമാനായിരുന്നു എൻ്റെ പിതാവെന്ന് മഹിമാർത്ഥം പുസ്തകത്തിൽ പ്രാർത്ഥിക്കുന്ന 5-25 വാക്യത്തിൽ ആരാ അലയുന്ന അറമാനായിരുന്നു എൻ്റെ പിതാവ്? ആരെക്കുറിച്ചാണ്? അപ്പം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അബ്രഹാമിനെ കുറിച്ചാണ് ഈ ഇസ്രായേൽക്കാരൻ ജെറുസലേമിലുള്ളപ്പോൾ ഈ പ്രാർത്ഥന നടത്തുന്നത്. എന്നിട്ടാ പറഞ്ഞേ, ചുരുക്കം പേരോടെ അവൻ ഈജിപ്തിൽ പോയി പാർത്തു. അതാരാ ഈ ചുരുക്കം പേര്? അബ്രഹാമല്ലല്ലോ പോയെ, അത് യാക്കോബല്ലേ പോയെ. ഈജിപ്തിൽ പോയി പാർത്തു.
എന്നിട്ടോ ഈജിപ്തുകാർ ഞങ്ങളെ കഠിനമായിട്ട് ഞങ്ങളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞില്ല. അതാണ് ഓക്കെ ഐഡന്റിഫിക്കേഷൻ. അതായത് ഈജിപ്തുകാർ ഞങ്ങളെ, അപ്പൊ അബ്രഹാം അലയുന്നറമായനായിരുന്നു, ഇപ്പൊ ഇവിടെ ഞങ്ങളായി. അപ്പൊ താതാത്മീകരണം കണ്ടോ, കൂട്ടായ്മ, സഭയുടെ കൂട്ടായ്മ പറഞ്ഞ ഇതാണ്. ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്, മരിച്ചു പോരൊന്നും അകന്നു പോയിട്ടില്ല. ഈജിപ്തുകാർ ഞങ്ങളെ പീഡിപ്പിച്ചു, ഞങ്ങൾ കർത്താൻ എന്ന് വിളിച്ചപേക്ഷിച്ചു. എന്നിട്ട് സംഭവിക്കുന്നത്, സൈന്യങ്ങൾ കർത്താവായ ദൈവം ശക്തമായ കരങ്ങൾ നീട്ടി അത്ഭുതകരമായ പ്രവൃത്തികളിലൂടെ ഞങ്ങളെ അവിടെ നിന്ന് മോചിപ്പിച്ച് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ ദേശം ഞങ്ങൾക്ക് നൽകി ആകെ ആ കർത്താവേ ഞങ്ങളുടെ വിളവിൻ്റെ ആദ്യഫലം കൊണ്ടുവന്നിരിക്കുന്ന ആ പ്രാർത്ഥന നിർത്തി നോക്കുകയും ഒരു സഭയുടെ കൂട്ടായ്മയുടെ മാതൃക ഇവിടെ കാണാം. അതായത് നമ്മളിൽ നിന്ന് മരിച്ചു പോയതൊക്കെ നമുക്കുണ്ടെന്ന്, അവരായിരുന്നു വേർപെട്ട് പോയിട്ടില്ലെന്ന്, അതുപോലെ നമ്മളിപ്പോൾ ജീവിക്കുന്നവരങ്ങനെ ഒറ്റപ്പെട്ടല്ലെന്ന്, നമ്മുടെ കൂട്ടായ്മയാണെന്ന്, ഇനി ജനിക്കാനിരിക്കുന്നവരെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് പറയുന്ന സഭയെന്ന് പറയും. എത്രമാത്രം അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യമാണ് സഭ എന്ന് പറയുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കൂട്ടായ്മയിലായിരിക്കാം. ഇപ്പം നമ്മുടെ ലക്ഷ്യം എന്താ? ഇത് തീർത്ഥാടനമാണ്, ലക്ഷ്യം ദൈവം തന്നെയാണ്. അപ്പോൾ ഈശോ എന്ന മധ്യസ്ഥനിലൂടെ ഇന്ന് നമുക്ക് രക്ഷ കൈവന്നിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് ഭൂതവും ഭാവിയില്ല, വർത്തമാനം മാത്രമേ ഉള്ളൂ. ഈ വചനം വായിക്കുമ്പം, ഈ വചനം ചെവി കേൾക്കുമ്പോൾ, ഇത് ഹൃദയത്തിൽ പതിയുമ്പോൾ ആ നിമിഷം രക്ഷ കൈവന്നിരിക്കുന്നു. ഇത് വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ഇത് കഴിഞ്ഞിട്ട് ആ കാനായിലെ കല്യാണത്തിലേക്ക് നടക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 2:1-11 കത്ത് നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വിചിന്തനത്തിന് വിധേയമാക്കിയിട്ടുള്ളതാണ്. നമുക്ക് വീണ്ടും ഓരോ പ്രാവശ്യവും കർത്താവിൻ്റെ പ്രവൃത്തിയും കർത്താവ് ഉപയോഗമൊക്കെ പറയുമ്പോൾ എത്ര പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞാലും ശരി, അപ്പോഴപ്പോൾ പുതിയ ഉത്തേജനം നമുക്ക് കിട്ടും, പുതിയ ഉൾക്കാഴ്ചകൾ കിട്ടും. അതുപോലെ കൃത്യമായിട്ടാണ്. കാനായിലെ കല്യാണത്തിന് അമ്മയും പോയി, അമ്മയെ ക്ഷണിക്കപ്പെട്ടിരുന്ന ശിഷ്യന്മാരും പോയി, മകനും പോയി. അപ്പോൾ അവിടെ ചെയ്തു, അവിടെ വീഞ്ഞ് തീർന്നു പോയ കാര്യം അമ്മ എന്ന് മകനോട് പറഞ്ഞു. അപ്പോൾ മകനായി, എനിക്ക് നിനക്ക് എന്താ പണ്ടവൻ തെറ്റിദ്ധരിക്കപ്പെട്ട വാക്യങ്ങൾ, സ്ത്രീയെ എന്ന് വിളിച്ചെന്ന് പോലും അതറിയാൻ പാടില്ല എന്നല്ലേ പറയുന്നത്. കർത്താവ് കാനായിലെ പോലെ തന്നെ കാൽവരിയിലും സ്ത്രീയെന്ന് വിളിച്ചായിരുന്നു. അതെന്താ? മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നെന്ന്, അതായത് സർപ്പത്തിന് മുമ്പിൽ കുനിഞ്ഞു പോയ സ്ത്രീ. അവിടെ ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞായിരുന്നു, സ്ത്രീ സന്തതി നിന്റെ തല തകർക്കണം. ആ സ്ത്രീ, ഈ സ്ത്രീ അത് വളരെ കൃത്യമായിട്ട് പറയുക. രക്ഷാകർമ്മത്തിൽ എൻ്റെ പങ്കുകാരിയാണെന്ന് എൻ്റെ അമ്മ. അതാണ് ഈ പറഞ്ഞത്, സ്ത്രീ എന്ന് വിളിക്കാൻ കാണുന്നത്. എനിക്കും നിനക്കും എന്തെന്നുള്ള ചോദ്യം ചോദിച്ചിട്ട് നിനക്കെന്താ കാര്യം എന്നുള്ള അർത്ഥത്തിലല്ല, ഇതെന്താണെന്ന് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? കാരണം വി ആർ സ്റ്റാർട്ടിങ് രക്ഷാകര പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ്. ഇത് എൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളുടെ അടയാളങ്ങളുടെ ആരംഭമാണിത്, രക്ഷാകർമ്മ ആരംഭമാണ്. ഇതായി ഇതിൻ്റെ അർത്ഥം. അല്ലാതെ സ്ത്രീയെ എനിക്കും നിനക്ക് എന്തെന്ന് പറഞ്ഞാൽ അമ്മയോട് ചോദിച്ചെന്നും അമ്മയെ സ്ത്രീ എന്ന് വിളിച്ചെന്നും അതുകൊണ്ട് അമ്മയെ ധിക്കരിച്ചെന്നും അമ്മയെ പരിഗണിക്കാൻ എന്നൊക്കെ പറയുന്ന തെറ്റായ വ്യാഖ്യാനം പലയിടത്തും വന്നു കേൾക്കാൻ അതിൻ്റെ വരിക്കങ്ങ് വിട്ടേക്കണം. ഇവിടെ സ്ത്രീ ബിബ്ലിക്കലാണ്. മറ്റൊരു സ്ത്രീ ഉണ്ടല്ലോ, വേറൊരു സ്ത്രീ, ഈ കണ്ട സർപ്പത്തിന് മുന്നിൽ സ്ത്രീയെ പോലെ തന്നെ ഇവിടെ സ്ത്രീ എന്ന് വിളിച്ചില്ലേ, വേറെ സ്ത്രീ 12-ാം അധ്യായത്തിലുണ്ട് വെളിപാടിൻ്റെ. അതെന്താ? ആ സ്ത്രീ പ്രസവിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞിനെ വിഴുങ്ങാനായി ഈ പാർട്ടി അവിടെയുണ്ട്, വായ്പൊളിയിരിക്കുക സർപ്പം. അപ്പം അവിടെ ഒരു സ്ത്രീയുണ്ട്. അതാരാ സ്ത്രീ? ആ സ്ത്രീ സഭയുടെ പ്രതീകമാണ്. അത് ഈ സ്ത്രീ അമ്മയാണ്, ആ സ്ത്രീ സഭ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കുന്നത് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ, ഈശോയുടെ വചനങ്ങൾക്ക് എന്തുമാത്രം അർത്ഥമുണ്ട് നമ്മൾ പെട്ടെന്ന് തോന്നുന്ന പോലെ വ്യാഖ്യാനിക്കാം ശരിയായില്ല. അതുകൊണ്ട് വെള്ളം അവിടെ എന്നാ ഉണ്ടായിരുന്നു, അവൻ പറയുന്നത് ചെയ്യാൻ പറഞ്ഞു. അതാണ് ഈശോ. അമ്മ പറഞ്ഞതാ, മാതാവിനുള്ള ഭക്തി മനുഷ്യരെ തെറ്റിദ്ധരിക്കേണ്ട, പുറത്തുള്ളവരും തെറ്റിദ്ധരിക്കേണ്ട. ഞങ്ങളാരും മാതാവിനെ ആരാധിക്കുന്നില്ല. ഞങ്ങൾ മാതാവിനെ കാണുന്നത് മാതാവ് തന്നെ പറഞ്ഞു, കണ്ടായുടെ കീർത്തനം എടുത്തു വയ്ക്കുമെന്ന് പറഞ്ഞു, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കുമെന്ന് അമ്മ തന്നെ പറയും. അതാണ് സഭ ചെയ്യുന്നത്. കത്തോലിക്ക സഭ ചെയ്യുന്നതാ. മാതാവിൻ്റെ ചെയ്യുന്നത് എൻ്റെ മക്കളെ അവൻ പറയുന്നത് ചെയ്യുവിൻ എന്നല്ലേ. ഇവർക്കില്ല. ഇവിടെ മുത്തിയമ്മ, കൊണ്ടമാവ് മുത്തിയമ്മയെ കാണുമ്പോൾ മുത്തിയമ്മയുടെ മടിയിൽ ഒരു കൊച്ചിനെ വെച്ചിട്ടുണ്ട്. ആ കൊച്ചി ചാടി നിൽക്കുക, എന്തിനാ ഇങ്ങോട്ട് പോരാൻ, തൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് ഓളയിലോട്ട് കയറാൻ. ഇതാണ് അമ്മ. ആ കൊച്ചിനെ നൽകാതിരിക്കുന്നയാളാണ് അമ്മ. അപ്പം അതുകൊണ്ട് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. കൽഭരണികൾ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ചെന്ന് ഓർക്കണം. ശുദ്ധീകരണത്തിന് യഹൂദരുടെ ശുദ്ധീകരണത്തിന് ഒത്തുകാർ ചരിത്രമുണ്ടെന്ന് അറിയാം. അനുഭവിച്ച വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് ചെയ്യും, അവിടെ കലവറക്കാരനെടുത്ത് കൊണ്ടുചെല്ല്. അപ്പോൾ അവന് കൊണ്ടുവന്നു. പക്ഷെ കലവറക്കാരൻ അറിഞ്ഞില്ല ഇതെവിടെ നിന്നത്. പക്ഷെ പരിയാരൊരു വെള്ളം നിറച്ചവർക്കറിയാമോ ഇത് കണ്ടിട്ടുള്ള വെറും വെള്ളമാണ്. ആ വെറും വെള്ളം മാറ്റപ്പെട്ടതാണെന്ന് അവർ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുക. കലവറക്കാരൻ പറഞ്ഞു. കലവറക്കാരനെ രുചി നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ വീഞ്ഞായി മാറിയ ഈ വെള്ളം ഇത് അവൻ രുചിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? അയാളത് അറിഞ്ഞില്ലായിരുന്നു.
എന്നിട്ട് പറയാ, വെള്ളംകോരി പരിയാതെന്ന് അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ച് കഴിയുമ്പോൾ താഴ്ന്നു തരും, എന്നാൽ നീ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഇതല്ലേ സംഭവം. ആവർത്തിക്കേണ്ടല്ലോ, വായിക്കേണ്ടല്ലോ, എല്ലാവരും ഹൃദയത്തിലുണ്ടല്ലോ. എന്നിട്ട് അതിൻ്റെ അവസാനത്തെ വാചകം പ്രധാനപ്പെട്ടു. എന്താ? യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവിൻ്റെ മഹത്വം. പിതാവേ, എൻ്റെ സമയം സമാഗതമായിരിക്കുന്നു. ആ സമയം കണ്ടില്ലേ? എൻ്റെ സമയമായില്ലെന്നോടെ പറഞ്ഞില്ലേ? മറ്റേടത്ത് പറഞ്ഞ് എൻ്റെ സമയം സമാഗതമായിരിക്കുന്നു, അതുകൊണ്ട് ലോകസ്ഥാപനം മുമ്പുള്ള എനിക്ക് മഹത്വം നീ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞാൽ അതാ ഈശ്വര മഹത്വീകരണമാണ് ഈ മരണമെന്ന് പറയും. അതാ സമയം എന്ന് പറയും. അതായത് എൻ്റെ സമയം സമാഗതമായിട്ടില്ല എന്ന് പറയും. അതിൻ്റെ അർത്ഥം ഞാൻ ചെയ്യാമെന്ന് പ്രവൃത്തി ആ സമയത്തോട്, കാൽവരിയുടെ സമയത്തോട് ബന്ധപ്പെടുത്തി വേണം കാണാൻ. അപ്പോൾ അടയാളങ്ങളുടെ ആരംഭമാണ്. അപ്പം അടയാളമാണിത്. അല്ല കർത്താവ് ആരെങ്കിലും മാജിക്ക് കാണിച്ചതല്ല, കർത്താവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടയാളമാണ്. ഗലീലിലെ കാനായിൽ നടന്ന ഈ അത്ഭുതം അവൻ്റെ ശിഷ്യന്മാർ അവന് വിശ്വസിച്ചു. അത് ശിഷ്യന്മാരുടെ ശിഷ്യത്വത്തിൽ ഒരു വളർച്ച പ്രാപിച്ചു. ഇത് കണ്ടുകൊണ്ടാണ് അവർ വളരുന്നത്. അത് നാം മനസ്സിലാക്കേണ്ട സംഗതി. അത്ഭുതങ്ങൾ അടയാളങ്ങളാണ്. ഈ അത്ഭുതങ്ങൾ ഇപ്പം നടക്കുമ്പോൾ ഒന്ന് ഓർത്തോണം കേട്ടോ. വെറുതെ അപഹസിക്കരുത് സഭയെയും കർത്താവിനെയും. കുറേ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന വെച്ചാൽ മതി. സൗഖ്യം ഉണ്ടായോ, നന്ദി ദൈവമേ നന്ദി, ഇതൊന്നും വിളിച്ചു പോകാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. ചില ധ്യാനഗുരുക്കന്മാർ പറയും സാക്ഷ്യം പറയണമെന്നൊക്കെ പറഞ്ഞു. അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ അത് ആത്മാർത്ഥതയുള്ളതായിരിക്കണം, അത് സത്യസന്ധമായിരിക്കേണ്ടതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അടയാളം കർത്താവ് ചെയ്ത ഒരു പ്രവൃത്തിയും ആളുകളെ കണ്ണഞ്ചിപ്പിക്കാൻ ചെയ്യുന്നതല്ല. മനുഷ്യപുത്രന്റെ ഭൂമിയിൽ പാപം മോചിക്കുന്ന അധികാരമുണ്ടെന്ന് അറിയേണ്ടതിന് കട്ടിലെടുത്തോണ്ട് നടക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തിനാ അല്പം പ്രവർത്തിക്കാൻ? ദൈവത്വം വെളിപ്പെടുത്താനാ, അതിൻ്റെ അടയാളത്തിനാണ്. അല്ല കർത്താവ് ഇതൊന്നും അവരെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടി, കണ്ണ് വഞ്ചിക്കാൻ വേണ്ടി ചെയ്ത കാര്യമൊന്നുമല്ല. കർത്താവിന് കണ്ട ഉടനെ നിലവിളിച്ചില്ലേ കല്ലറയിൽ നിന്ന് വന്നവനെ? അത്രയും 6000 ഭൂതം കയറിയെന്നാണ് പറയുന്നത്. എന്നിട്ട് എന്നാ സംഭവിച്ചേ? ആ 3000 മന്നുകളിലേക്ക് വിട്ടു. കയറി വന്ന് പറഞ്ഞാൽ നീ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. നീ എന്താ സമയത്ത് വന്നിരിക്കുന്നു? അയ്യോ ഞങ്ങളെ ആ പന്നികളുടെ അയച്ചേക്കാം. അപ്പോൾ 3000 വന്ന്. അപ്പോൾ എത്ര വെച്ചാൽ ഒരു പന്നി 2 ഭൂതം വെച്ച് കയറിപ്പോയി. എന്നിട്ട് സംഭവിച്ചെന്നാൽ എല്ലാം കൂടെ ആറ്റി വിണി ചത്തു. ഇത് കർത്താവ് അവിടെ നിന്ന് എന്നാ ചെയ്തേ? കർത്താവ് ഒരു അത്ഭുതം ചെയ്തില്ല. കർത്തൃ സാന്നിധ്യം മാത്രം മതി അത്ഭുതം ഉണ്ടാകാൻ. നമ്മൾ വിശ്വസിക്കുമോ? കർത്തൃ സാന്നിധ്യം മാത്രം മതി രോഗസൗഖ്യം ഉണ്ടാകാൻ. കർത്തൃ സാന്നിധ്യം മാത്രം മതി നമ്മുടെ കാര്യങ്ങൾ നേടിക്കിട്ടാൻ. കർത്തൃ സാന്നിധ്യത്തിൻ്റെ വില നാം മനസ്സിലാക്കണം. ഈശോ അതിനാണ് നമ്മൾ വില കൊടുക്കേണ്ടത്. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് ധ്യാനത്തിന് പോയാലും എന്ത് എവിടെ പോയാലും ശരി, എൻ്റെ ഈശോയുടെ സാന്നിധ്യം എനിക്ക് വേണം. അതിനപ്പുറത്തോട്ടൊന്നും ഇല്ലെന്നേ. ആദ്യമേ ദൈവത്തിന് നേടി അവിടുത്തെ രാജ്യം അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരപ്പെടും. ബാക്കിയൊക്കെ നിനക്ക് തരപ്പെടും. നിനക്ക് വേണ്ടത് ഈ സാന്നിധ്യം എന്ന് പറഞ്ഞ ഈശോയാണ്. കെട്ടിപ്പിടിക്കുന്ന ഈശോ, ഉമ്മ വെക്കുന്ന ഈശോ, ചേർത്ത് വെക്കുന്ന ഈശോ, ഹൃദയത്തിൽ വസിക്കുന്ന ഈശോ, കൂടെ നിൽക്കുന്ന ഈശോ, ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ്. അപ്പം ദൈവത്തിൻ്റെ രക്ഷാകരമായ ആ സത്യത്തിലേക്ക് അമ്മ പങ്കുചേരുന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പം അമ്മയുടെ കൃത്യമായിട്ട് രക്ഷാകര ആ പ്രവൃത്തിയിൽ ആ ഭേദലകം തൊട്ട് കാനാ തൊട്ട് കാൽവരി വരെ അമ്മ തുടരുകയാണ്. അപ്പം അതുകൊണ്ട് അവിടെ ഒരു നിരാശയൊന്നുമില്ല, അല്ലെങ്കിൽ നിരാശവുമില്ല. അമ്മ പറഞ്ഞതിനെ ധിക്കരിക്കുകയല്ല, അല്ലെങ്കിൽ അമ്മ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് സമയമായില്ലോ ഇപ്പോഴേ പറയാൻ പോയി എന്ന് പറയാൻ ശാസിക്കാൻ പോയതല്ല, അല്ലെങ്കിൽ അതിന് പ്രസക്തി ഇല്ലല്ലോ എന്ന് പറയാൻ ഒന്നുമല്ല. ഇത് പ്രധാനപ്പെട്ട സംഗതി. അടയാളമായിട്ട് കാൽവരിയിൽ സംഭവിക്കാൻ പോകുന്ന അടയാളമാണ് ഈ ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് ഇതെന്ത് എന്നുള്ള കാര്യം അമ്മ മനസ്സിലാക്കി, അമ്മക്ക് കൃത്യമായിട്ട് പിടികിട്ടി. അമ്മ അതുപോലെ തന്നെ അവിടെ ആ മകനോട് ഹൃദയം കൊണ്ട് ചേർന്നു. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. അതുകൊണ്ട് എൻ്റെ സമയം സമാഗതമല്ല. എന്ത് വാക്കുപയോഗിച്ചിരിക്കുന്നത് സാധാരണ ഭൗതിക സമയത്ത് ഉപയോഗിക്കുന്ന ക്രോണോസ് എന്ന പദമാണ്. അതാണ് ഉപയോഗിക്കുക. ഗ്രീക്ക് സാധാരണ ക്രോണോസ് പദമാണ് ഈ സാധാരണ ഭൗതിക സമയത്ത് ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുക അതല്ല, കൈറോസ് എന്ന പദമാണ്. അത് രക്ഷാകര സമയമാണ്. കൈറോസ് എൻ്റെ സമയം സമാഗതമായിരിക്കുന്നു എന്നുള്ള സംഗതി ഇതാണ്. അത് ലോകത്തിൻ്റെ സമയമല്ല, ഇത് ദൈവത്തിൻ്റെ സമയമാണ്. യോഹന്നാൻ 17:1 പറയുന്നു, പിതാവേ സമയം സമാഗതമായിരിക്കുന്നു, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അവിടുന്ന് മഹത്വപ്പെടുത്തണമേ. യോഹന്നാൻ 17:1 ആവർത്തിച്ച് പറയുക. യോഹന്നാൻ 17:1 പിതാവേ സമയം സമാഗതമായിരിക്കുന്നു. കാരണം ആ സമയമാണ് ഈ സമയം. ഏതാണ്? കൈറോസ്, ക്രോണോസ് അല്ല, കൈറോസ്. അപ്പോൾ അതാണ് അമ്മയുടെ ഭാഗഭാഗിത്വം. അപ്പോൾ കാൽവരി പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര കർമ്മത്തിൻ്റെ ആരംഭം നടക്കുകയാണ്. അമ്മ ആരാണ്? ആദ്യം ഒരു സ്ത്രീ ഉണ്ടായതല്ലേ, ആദ്യ ഹവ്വ, ഇത് രണ്ടാമത്തെ ഹവ്വയാണ്. ആ സ്ത്രീ സഹകരിച്ചു. എന്താ ചെയ്തത്? പാപം ചെയ്തു.
സഹകരിച്ചാര ആദത്തോട്. ഇവിടെ ഇതാ രണ്ടാം ആദം, ഇവിടെ ഒരു സ്ത്രീയുണ്ട്, ആ സ്ത്രീ സഹകരിച്ചു എന്തിനോട്? ആ കൃപയോട്. നീ കൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചുകൊണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഹവ്വായാണ് അമ്മ. അതുപോലെ കാനായും കാവിലും നമ്മൾ ബന്ധമുണ്ട്. അതുതന്നെ അത് മരണവും ജീവനും നമ്മൾ വ്യത്യാസമാണ്. അത് മരണത്തിലേക്ക് നയിച്ചെങ്കിൽ ഇത് ജീവനിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആദവും രണ്ടാമത്തെ ആദവും. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റ് യാതൊരു മുന്നിലും രക്ഷയില്ല, ഈശോ മിശിഹായിൽ മാത്രമേ ഉള്ളൂ. ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യൻ്റെ ഇടയിൽ ഈശോ എന്ന നാമമല്ലാതെ മറ്റൊരു നാമം രക്ഷയ്ക്കായിട്ട് വയ്ക്കപ്പെട്ടില്ല എന്ന കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ ഭാഗത്തെ വിചിന്തനം സമാപിപ്പിച്ച് വരികയാണ്. അപ്പോൾ ഉൽപ്പത്തിയുടെ ആ പുസ്തകത്തിൽ കണ്ട അമ്മ, ആ സ്ത്രീ, വെളിപാടിൻ്റെ ആ പുസ്തകത്തിൽ കണ്ട ആ സ്ത്രീ, ഇത് രണ്ടിൻ്റെ എന്താണ്? അത് ആ സർപ്പത്തിന് മുമ്പിൽ നിൽക്കുന്ന ആ സ്ത്രീയുടെ സന്തതി തല തകർക്കെന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം രക്ഷാകര പ്രവർത്തനത്തിലൂടെ വിഴുങ്ങാൻ നിൽക്കുന്ന സർപ്പം അലഞ്ഞിപ്പോൾ നടപ്പുണ്ടെന്നല്ലേ പറയും. അതായത് വിഴുങ്ങാൻ നിൽക്കുന്ന സർപ്പം വലിച്ചെറിയപ്പെട്ട് ഭൂമിയിലേക്ക്. പക്ഷേ ആ സ്ത്രീയുടെ പിറകെ ഓടി എന്ന് പറയുന്നത് സഭയുടെ പിറകെ പിശാചിങ്ങനെ സഭയെ തകർക്കാനായിട്ട് ഓടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ശിഷ്യത്വത്തിൽ വളർച്ച പ്രാപിച്ച ശിഷ്യന്മാരെ പോലെ രക്ഷയിൽ ഈശോയെ നമുക്കും സഹകരിക്കാം. അപ്പോൾ അമ്മ സഭയെ പ്രതിനിധീകരിക്കുക, അല്ലെങ്കിൽ സഭ തന്നെയാണ് അമ്മ. അപ്പോൾ ഈശോയിലെ ആ സജീവമായ ആ സാന്നിധ്യമുള്ള സഭയിലൂടെയാണ് നമുക്ക് രക്ഷ പ്രാപിക്കുക. അതുകൊണ്ട് നമ്മുടെ സഭയിൽ എവിടെയും സഭയിൽ ഈശോയെ കാണുക. സഭ എന്ന് പറയുന്നത് സംഘടനയൊന്നുമല്ല. സഭയെന്ന് പറയുമ്പോൾ ആരാധനയിൽ, വചന ശുശ്രൂഷയിൽ, അപ്പം മുറിക്കലിൽ, കൂട്ടായ്മയിൽ, പ്രാർത്ഥനയിൽ ഒന്നു ചേരുന്ന സമൂഹത്തിൽ ഈശോയെ കണ്ടെത്തുമ്പോൾ കഴിയട്ടെ. നമുക്ക് സമാപിപ്പിക്കാം. കർത്താവ് ഈശോയും കൃപയും പിതാവാദത്തിന്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.